गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रीभगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान्मनवे प्राह मनुरिक्ष्वाकवे ब्रवीद एवं परम्परा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्टः परन्तप स एवायं मया तेद्य योगः प्रोक्तः पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्। अर्जुन उवाच अपरं भवतो जन्म परं जन्म विवस्वतः कथमेतद्विजानीयां त्वमादौ प्रोक्तवानिति। श्रीभगवानुवाच बहूनि मे व्यतीतानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेत्थ परन्तप अजोऽपि सन्नव्ययात्मा भूतानामीश्वरोऽपि सन् प्रकृतिं स्वामधिष्ठाय सम्भवाम्यात्ममायया यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे जन्म कर्म च मे दिव्यम् एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। वीतरागभयक्रोधाः मन्मया मामुपाश्रिताः बहवो ज्ञानतपसा पूता मद्भावमागताः। वीतरागभयक्रोधाः मन्मयाः माम् उपाश्रिताः पूताः बहवः ज्ञानतपसा मद्भावम् आगताः। വീതരാഗഭയക്രോധാः രാഗഭയക്രോധങ്ങൾ ഒഴിഞ്ഞവർ. രാഗം എന്ന് പറയുമ്പോൾ രാഗം ഏതെങ്കിലും ഒരു വസ്തു, ഒരു വിഷയം, ഒരു വ്യക്തി, ഒരു സ്ഥാനം എന്തോ ആട്ടെ സുഖഹേതുവാണെന്ന തിരിച്ചറിവിൽ അതിനോട് ഒട്ടിച്ചേരാനുള്ള പ്രവണതയാണ് രാഗം. സുഖാനുശയീ എന്നാണ് ഭഗവാൻ പതഞ്ജലി മഹർഷി രാഗത്തെ നിർവചിക്കുന്നത്. അതിന് നേരെ വിപരീതമാണ് ദ്വേഷം. ഇപ്പോൾ രണ്ടാമതൊന്നുണ്ട്, ആ രണ്ടാമതൊന്നിൽ നിന്ന് തനിക്ക് സുഖം ലഭിക്കുന്നു. ഈ ഒരു വീക്ഷണമാണ് വാസ്തവത്തിൽ രാഗത്തിൻ്റെ അടിസ്ഥാനം. ഭയം അതും രണ്ടാമതൊന്നാണ്. രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. തന്നിൽ നിന്ന് ഭിന്നമായ മറ്റെന്തോ ഉണ്ട്, അത് തന്നെ കീഴ്പ്പെടുത്തും. ഈ ചിന്തയാണ് ഭയം.
അപ്പോൾ തന്നിൽ നിന്ന് ഭിന്നമായ ഒന്നുണ്ട്. 2, ആ ഒന്ന് തന്നെ കീഴ്പ്പെടുത്തും. ഈ ചിന്തയിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. ക്രോധമോ ഏതെങ്കിലും പ്രകാരത്തിൽ നമ്മുടെ കാമം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാവുന്നതാണ് ക്രോധം. ഏതെങ്കിലും പ്രകാരത്തിൽ നമ്മുടെ ആഗ്രഹം തടസ്സപ്പെടുമ്പോൾ അത് ക്രോധമായി പരിണമിക്കും. ഇത് രാഗഭയക്രോധങ്ങൾ ഒഴിഞ്ഞവരാരോ അവരാണ് വീതരാഗ ഭയക്രോധന്മാർ. വീതരാഗഭയക്രോധാഹ. ഇത് രാഗഭയക്രോധങ്ങൾ ഇവിടെ ഉപലക്ഷണാർത്ഥത്തിൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കണം. കേവലം രാഗത്തെയോ ഭയത്തെയോ ക്രോധത്തെയോ മാത്രം ലക്ഷ്യമാക്കിയിട്ടല്ല പറയുന്നത്. അതുപോലുള്ള ദ്വന്ദ്വഭാവനയിൽ നിന്നുണ്ടാവുന്ന, ദ്വൈത ചിന്തയിൽ നിന്നുണ്ടാവുന്ന എന്തിനേയും അവിടെ ഉൾപ്പെടുത്താം. കേവലം രാഗഭയക്രോധങ്ങളല്ല. കാരണം രാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശമായിട്ട് ദ്വേഷമുണ്ട്. ഇതുപോലുള്ള ദ്വന്ദ്വങ്ങൾ. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ആത്മഭിന്നമായിട്ട് തന്നിൽ നിന്ന് ഭിന്നമായിട്ടുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാവുന്നതൊക്കെ അല്ല ഒഴിഞ്ഞവർ. വീതരാഗ ഭയക്രോധ മന്മയാഹ. മന്മയന്മാർ, എന്നോട് ചേർന്നവർ, എപ്പോഴും എന്നെക്കുറിച്ചുള്ള അനുസന്ധാനം, ഞാൻ തന്നെ പ്രധാനം ആയവർ. മന്മയാഹ. വീണ്ടും പറയുന്നു മാം ഉപാശ്രിതാഹ, എന്നെ തന്നെ സമാശ്രയിക്കുന്നവർ. അനന്യശരണന്മാർ, മറ്റു ശരണമില്ലാതെ എന്നിൽ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നവർ. ഇതെല്ലാം ഇവിടെ വിചാരവിധേയമായിട്ടുണ്ടാവും, വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. അങ്ങനെയുള്ള ബഹവഹ, അനേകം പേര്, ബഹവഹ, കണക്കില്ലാത്തവർ, ബഹുജനങ്ങൾ. ബഹവഹ എന്ന് പറഞ്ഞാൽ 2-ലധികം അർത്ഥമുള്ളൂ. 3 മുതൽ മേപ്പെട്ട ഏതും ആവാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അനേകം പേര്, അങ്ങനെ ധാരാളം പേര്. ആരാ? ജ്ഞാനതപസാ പൂതാഹ. ജ്ഞാനതപസ് കൊണ്ട് പൂതന്മാരായവർ. പൂതന്മാർ പരിശുദ്ധന്മാർ. അല്ലെങ്കിൽ പൂതാഹ എന്ന് മറ്റതിനോട് കൂട്ടിച്ചേർക്കാം. വീതരാഗ ഭയക്രോധാഹ മന്മയാഹ മാമുപാശ്രിതാഹ പൂതാഹ, പരിശുദ്ധന്മാർ. ബഹവഹ, അനേകം പേര്. ജ്ഞാനതപസ മദ്ഭാവമാഗതാഹ. ജ്ഞാനതപസ് കൊണ്ട് എൻ്റെ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ജ്ഞാനം തന്നെ തപസ്, ജ്ഞാനതപസ്. അഥവാ ജ്ഞാനാർത്ഥമുള്ള തപസ്, ജ്ഞാനതപസ്. അങ്ങനെയൊക്കെ അർത്ഥം മനസ്സിലാക്കാം. നോക്കൂ, വീതരാഗഭയക്രോധാഹ രാഗഃ ച ഭയം ച ക്രോധഃ ച വീതാഃ വിഗതാഃ യേഭ്യോ തേ വീതരാഗഭയക്രോധാഃ മന്മയാഃ ബ്രഹ്മവിദഃ ഈശ്വര അഭേദദർശിനഃ മാം ഏവ പരമേശ്വരം ഉപാശ്രിതാഃ കേവലജ്ഞാനനിഷ്ഠാഃ ഇത്യർത്ഥഃ. ബഹവഃ അനേകേ ജ്ഞാനതപസ ജ്ഞാനമേവ ച പരമാത്മവിഷയം തപഃ തേന ജ്ഞാനതപസ പൂതാഃ പരാം ശുദ്ധിം ഗതാഃ സന്തഃ മദ്ഭാവം ഈശ്വരഭാവം മോക്ഷം ആഗതാഃ സമനുപ്രാപ്താഃ. ഇതരതപോ നിരപേക്ഷജ്ഞാനനിഷ്ഠാഃ ഇതി അസ്യ ലിംഗം ജ്ഞാനതപസ ഇതി വിശേഷണം. വീതരാഗഭയക്രോധാഃ. രാഗഃ ച ഭയം ച ക്രോധഃ ച വീതാ വിഗതാ യേഭ്യഃ തേ വീതരാഗഭയക്രോധാഃ മന്മയാഃ ബ്രഹ്മവിദഃ ഈശ്വരഭേദദർശിനഃ മാം ഏവ പരമേശ്വരം ഉപാശ്രിതാഃ കേവലജ്ഞാനനിഷ്ഠാഃ ഇത്യർത്ഥഃ. ബഹവഃ അനേകേ ജ്ഞാനതപസ ജ്ഞാനം ഏവ ച പരമാത്മവിഷയം തപഃ
തേന ജ്ഞാനതപസ പൂതാഹ പരാം ശുദ്ധിം ഗതാഹ സന്തഃ മദ്ഭാവം ഈശ്വരഭാവം മോക്ഷം ആഗതാഹ സമനുപ്രാപ്താഹ ഇതര തപോ നിരപേക്ഷ ജ്ഞാനനിഷ്ഠാഹ ഇതി അസ്യ ലിംഗം ജ്ഞാനതപസ ഇതി വിശേഷണം. അപ്പോൾ വീതരാഗഭയക്രോധ, രാഗവും ഭയവും ക്രോധവും വീത ഒഴിഞ്ഞവർ, വിഗത ഏഭ്യ, ഏഭ്യ ആരിൽ നിന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഏഭ്യ എന്നായി പോകരുത്. ഏഭ്യ എന്ന് പറയുമ്പോൾ അർത്ഥം വേറെയായി. മലയാളത്തിലുള്ളതല്ല, യാതൊരുവർ എന്നുള്ളതാണ് യദ് ശബ്ദം, മറ്റത് ഇവർ എന്നുള്ളതാണ് ഏത ശബ്ദം. ഇതം ശബ്ദവും ഏത ശബ്ദമൊക്കെ ഇത് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. യദ് ശബ്ദം എപ്പോഴും യാവ എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പോൾ നമ്മളത് ഉച്ചരിക്കുമ്പോൾ അറിയാതെ ഏഭ്യ എന്നായിക്കഴിഞ്ഞാൽ അർത്ഥം മാറി, ഏഭ്യ. അപ്പോൾ യാവരിൽ നിന്ന് രാഗഭയ ക്രോധങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് ഉപലക്ഷണാർത്ഥത്തിൽ മനസ്സിലാക്കി ദ്വന്ദ്വഭാവനയിൽ നിന്നുണ്ടാവുന്ന എല്ലാ വൈകാരിക വികൃതികളും അല്ലെങ്കിൽ തലങ്ങളും ആരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം മനസ്സിലാക്കണം. വീതരാഗഭയക്രോധാഹ മന്മയാഹ. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഈശ്വരമയമായി എല്ലാത്തിനെയും കാണുന്നത് കൊണ്ട്, ഈശ്വര ഭിന്നമായിട്ടൊന്നും ഇല്ലെന്നറിയുന്നത് കൊണ്ട്, ഈശ്വരൈക ദൃഷ്ടി ഉറച്ചതിനാൽ, അതുകൊണ്ടാണ് രാഗഭയക്രോധങ്ങൾ ഒഴിഞ്ഞത്. മന്മയാഹ ബ്രഹ്മവിദഹ എന്നാ ഭാഷ്യകാരൻ ഇവിടെ അർത്ഥം പറയുന്നത്. മന്മയാഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഞാൻ തന്നെ പരമായിട്ടുള്ളവർ, എന്നിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊന്നില്ലാത്തവർ, സദാ എന്നെ അനുസന്ധാനം ചെയ്യുന്നവർ, ഒരു വ്യക്തിത്വം തന്നെ ഞാനായവർ എന്ന് ആണ് പറയേണ്ടത്. മയട്ടിന് പ്രാചുര്യാർത്ഥമാണ്. അപ്പോൾ മയട്ടിന് പ്രാചുര്യാർത്ഥമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ, അനേക അർത്ഥങ്ങളുണ്ട് മയട്ടിന്. എങ്കിലിവിടെ അത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ച് എന്നിൽ തന്നെ ലീനന്മാരായി കഴിയുന്നവരെന്നർത്ഥം. മന്മയാഹ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം ബ്രഹ്മവിദഹ എന്നാണ്. ബ്രഹ്മജ്ഞാനികൾ പരമമായ സത്യത്തെ അറിഞ്ഞാലല്ലേ അതിനോട് ചേരാൻ പറ്റൂ, അല്ലാതെ ഭാവന കൊണ്ട് പറ്റില്ലല്ലോ. ഈശ്വര അഭേദദർശിനഃ മന്മയാഹ എന്നുള്ളതിന് ഭാഷ്യകാരൻ വീണ്ടും വിശദീകരണം കൊടുക്കുന്നു. ഈശ്വരാഭേദദർശിനഃ ഈശ്വരനുമായി ഭേദം കാണാത്തവർ. അഹമേവ വാസുദേവ, ഞാൻ തന്നെയാണ് വാസുദേവൻ എന്ന കേവലമായ ബോധത്തോടൊത്തവർ. അങ്ങനെയുള്ളവർ മാമേവ പരമേശ്വരം ഉപാശ്രിതാഹ, എന്നെ പരമേശ്വരനെ തന്നെ ഉപാശ്രയിക്കുന്നവർ, മറ്റൊരാശ്രയം അല്ലാത്തവർ. കേവല ജ്ഞാനനിഷ്ഠാഹ ഇത്യർത്ഥ. അതിന് ഭാഷ്യകാരൻ വീണ്ടും അർത്ഥം പറയുകയാണ്, കേവല ജ്ഞാനനിഷ്ഠന്മാർ. കേവല ജ്ഞാനനിഷ്ഠന്മാർ ബഹവഹ അനേകേ, അങ്ങനെ ബഹു. ഇത് അനാദ്യ അനന്തമായിരിക്കുന്ന ഒരു പരമ്പരയാണ്. ഇവിടെ ഒരിക്കലും നമ്മൾ അവസാനത്തേന്ന് വയ്ക്കില്ല. എപ്പോഴാണോ നമ്മൾ അവസാനത്തേന്ന് വയ്ക്കുന്നത് അപ്പം നമ്മൾ മതക്കാരായി. ഇപ്പോൾ ദൈവത്തിന് അനേകം മക്കളുണ്ടായിട്ടുണ്ട്, അവസാനത്തെ മകൻ യേശു ക്രിസ്തുവാണ്, അതിന് ഉണ്ടാവില്ല, അപ്പോൾ ക്രിസ്ത്യാനിയായി. അനേകം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, അവസാനത്തെ മുഹമ്മദാണ്, അപ്പം മുഹമ്മദീയനിസമായി. അവസാനത്തത് അഹമ്മദാണ്, അപ്പോൾ അഹമ്മദിയായി. നമ്മളെന്താണ്, നമ്മളെല്ലാവരെയും നമുക്ക് ബഹുമാനിക്കാം, ആരെയും ബഹുമാനിക്കുന്നതിന് കുറവില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടില്ല, അവസാനത്തെന്ന് പറയില്ല. ഇത് അനാദ്യ അനന്തമായി തുടരുന്നതാണ്. ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. വിജ്ഞാനികൾ എപ്പം നമ്മൾ പരിമിതി കൽപ്പിച്ചോ അപ്പം നമ്മൾ മതമായി മാറി. ഈ ഗുരു മാത്രം, ഇയാൾ മാത്രം എന്ന് വന്ന് മതമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവന്ദനം ചെയ്യുമ്പോൾ അസ്മദ് ആചാര്യ പര്യന്താന്ന് ചൊല്ലും.
നമ്മുടെ ആചാര്യൻ വരെ എത്തി നിൽക്കുന്ന ഗുരുപരമ്പര 1000 കൊല്ലം മുമ്പ് ചൊല്ലിയപ്പോഴും അത് തന്നെയാണ്, ഇന്ന് ചൊല്ലിയപ്പോഴും അത് തന്നെയാണ്, അടുത്ത 100 കൊല്ലം കഴിഞ്ഞ് ചൊല്ലിയാലും അത് തന്നെയാണ്. അതൊക്കെ നീണ്ട് പോകും. ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ നമ്മൾ മതമായി മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബഹവഹ അനേകേ ജ്ഞാനതപസാഹ പൂതാഹ. ജ്ഞാനം ഏവ പരമാത്മവിഷയം തപഃ. പരമാത്മവിഷയ ജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്നത് തന്നെയാണ് തപസ്, അല്ലാതെ വേറൊരു തപസ്സല്ല. അങ്ങനെ പറയാൻ കാരണം വേറെ പല തപസ്സുമുണ്ട്. ഇപ്പോൾ പ്രായശ്ചിത്ത രൂപത്തിൽ തപസ്സുണ്ട്, ചിത്തശുദ്ധിയർത്ഥം തപസ്സുണ്ട്, സ്വധർമാചരണമാകുന്ന തപസ്സുണ്ട്. ഇപ്പോൾ തപസ് തന്നെ അനേകമുണ്ട്. ശാരീരിക, വാചിക, മാനസിക തപസ്സുകളുണ്ട്. ശാരീരികമായ തപസ്സെന്ന് പറയുമ്പോൾ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം എന്നിത്യാദി ഭഗവത്ഗീത തന്നെ പറയുന്നത് ഓർമ്മിക്കുക. അല്ലെങ്കിൽ മാനസികമായ തപസ്സെന്ന് പറയുമ്പോൾ മനഃപ്രസാദ സൗമ്യത്വം എന്നിത്യാദി പറഞ്ഞത് ഓർമ്മിക്കുക. അല്ലെങ്കിൽ വാചികമായ തപസ്സെന്ന് പറയുമ്പോൾ അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യതെന്നുള്ള ഓർമ്മിക്കുക. അപ്പം ഇങ്ങനെയുള്ള തപസ്സൊക്കെ ഉണ്ട്. അതിന് ഇത്രയും ഉയർന്നതല്ല ചിന്തിക്കണത് വെച്ചാൽ പ്രായശ്ചിത്ത രൂപത്തിലുള്ള തപസ്സുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ പ്രായശ്ചിത്തമായി ചെയ്യുന്ന തപസ്സുണ്ട്, കൃച്ഛ്രയാന്ത്രായണം തുടങ്ങിയൊക്കെ. അപ്പോൾ ഇവിടെ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഇത് ജ്ഞാനനിഷ്ഠ തന്നെയാണ് ഇവിടുത്തെ തപസ്, മറ്റൊന്നല്ല. പരമാത്മവിഷയം തപഃ ജ്ഞാനം തേന ജ്ഞാന തപസ്, അതുതന്നെയാണ് തപസ്. ആ ജ്ഞാനനിഷ്ഠയിൽ ഉറച്ചിരിക്കുക എന്നുള്ള തപസ് കൊണ്ട് പൂതാഹ പരാം ശുദ്ധിം ഗതാഹ, അങ്ങേയറ്റത്തെ പരിശുദ്ധിയെ പ്രാപിച്ചവർ, അങ്ങനെയുള്ളവർ മദ്ഭാവം ഈശ്വരഭാവം. ഈശ്വരഭാവം നേരത്തെ പറഞ്ഞു, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം. മോക്ഷം ആഗതാഹ സമനുപ്രാപ്താഹ, അവർ മുക്തരായിരിക്കുന്നു. ഇതര തപോ നിരപേക്ഷ ജ്ഞാനനിഷ്ഠാഹ ഇതി അസ്യ ലിംഗം ജ്ഞാനതപസ ഇതി വിശേഷണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ജ്ഞാനതപസ എന്നുള്ളത് കൊണ്ട് ഇതര തപോ നിരപേക്ഷമാണ്, മറ്റ് തപസ്സുകളല്ല. മറ്റ് പല തപസ്സും ഉണ്ടല്ലോ, അതൊക്കെ ശ്രേഷ്ഠമാണ്, എല്ലാം ശ്രേഷ്ഠമാണ്. പക്ഷേ ഇവിടെ പറയുന്ന, ഈ പ്രകരണത്തിൽ പറയുന്ന തപസ് അങ്ങനെയുള്ള മറ്റൊരു തപസ്സുമല്ല, ജ്ഞാനനിഷ്ഠ തന്നെയാണ് ഇവിടുത്തെ തപസ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ജ്ഞാനതപസ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. വളരെ വിചാരം ചെയ്യേണ്ടുന്നൊരു ശ്ലോകമാണ്. നല്ലപോലെ ചിന്തിക്കുക. നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഭാഷ്യത്തിൻ്റെ ഒരു അർത്ഥവിചാരത്തിന് സഹായിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ, അതിൽ കൂടുതൽ സാധിക്കില്ല. തവ തർഹി രാഗദ്വേഷൗ സ്തഃ യേന കേഭ്യശ്ചിത് ഏവ ആത്മഭാവം പ്രയച്ഛസി ന സർവേഭ്യഃ ഇതി ഉച്യത്തെ. തവ തർഹി രാഗദ്വേഷൗ സ്തഃ യേന കേഭ്യശ്ചിത് ഏവ ആത്മഭാവം പ്രയച്ഛസി ന സർവേഭ്യഃ ഇതി ഉച്യത്തെ. അങ്ങനെയാണെങ്കിൽ നിനക്ക് രാഗദ്വേഷങ്ങളുണ്ടല്ലോ. ഭഗവാന് രാഗദ്വേഷങ്ങളുണ്ടല്ലോ. എന്താ കാരണം? ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ളവരെന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങളില്ലാത്തവരെന്നെ പ്രാപിക്കുന്നില്ല എന്നർത്ഥമുണ്ട് ഉണ്ടല്ലോ. ഈ ലക്ഷണങ്ങളുള്ളവരാണ് ആരാണ്? വീതരാഗഭയക്രോധന്മാരും മന്മയന്മാരും മാമുപാശ്രിതന്മാരും ജ്ഞാനതപസാ പൂതാഹ, അങ്ങനെയുള്ളവരാണ് എന്നെ പ്രാപിക്കണതെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തവരെന്നെ പ്രാപിക്കുന്നില്ല എന്നാണല്ലോ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നിനക്ക് രാഗദ്വേഷങ്ങളുണ്ടല്ലോ. നിന്നെ ആശ്രയിക്കുന്നവർക്ക് നീ മോക്ഷം നൽകുക, അല്ലാത്തവർക്കില്ല എന്ന് പറയുമ്പോൾ നീ രാഗദ്വേഷവാനാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഏനാ യാതൊന്നിനെക്കൊണ്ട് കേഭ്യശ്ചിദേവാത്മഭാവം പ്രയശ്ചസി. ചിലർക്ക് ആത്മഭാവം കൊടുക്കണു, ചിലർക്ക് കൊടുക്കണില്ല. ചിലരെന്നെ പ്രാപിക്കുന്നു, ചിലരെന്നെ പ്രാപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ രാഗദ്വേഷങ്ങളോട് കൂടിയവനാണല്ലോ എന്ന് സംശയം. രാഗദ്വേഷങ്ങൾ ഭഗവാനിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരനല്ല എന്ന് വരും. ഇതാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും സർവേഭ്യ, അല്ലെങ്കിൽ എല്ലാവർക്കും മോക്ഷം കൊടുക്കേണ്ടതാണ്. എല്ലാവരും സർവേ മദ്ഭാവമാഗതാഹ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇതല്ലല്ലോ.
ഇത് ചിലർ എൻ്റെ ഭാവം പ്രാപിക്കുന്നു, ചിലർ പ്രാപിക്കണില്ല എന്ന് പറഞ്ഞാൽ നീ രാഗദ്വേഷവാനല്ലേ? ചോദ്യം. മറുപടി, ഒരിക്കലും അല്ല. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. ഹേ പാർത്ഥ, അല്ലയോ പാർത്ഥ, അങ്ങനെയല്ല. എന്തുകൊണ്ട്? യേ യഥാ മാം പ്രപദ്യന്തേ, യേ യഥാ മാം പ്രപദ്യന്തേ, യേ യാവർ. യാവർ നമ്മൾ ഇന്നത്തെ മലയാളത്തിൽ പലപ്പോഴും യാവർ എന്നൊന്നും പറയാറില്ല. എന്താ യാവർ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല ഇന്നത്തെ ഭാഷ അതിൽ. ഏവർ എന്നാ പറയുക. അപ്പം കെ എന്നുള്ളതിന് എന്താ പറയുക? അതും ഏവർ. സമ്പന്നത ഉണ്ടാവുമ്പോൾ എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നേ? സമ്പന്നത ഉണ്ടെങ്കിൽ എന്തിനാണ് ദാരിദ്ര്യം കാണിക്കുന്നത്? എന്താ ചോദ്യം. സമ്പന്നമായൊരു ഭാഷ നമുക്ക് സ്വായത്തമായിരിക്കെ എന്തിനാണ് അക്ഷരദാരിദ്ര്യം, പദദാരിദ്ര്യം, വാക്യദാരിദ്ര്യം ഒക്കെ കാണിക്കുന്നത്? അതുകൊണ്ട് മറ്റൊരാളെന്ത് വിചാരിക്കണം നമ്മൾ നോക്കണ്ട. നമ്മൾ ശുദ്ധമായി തന്നെ ഭാഷ പ്രയോഗിക്കണം, അത് ശീലിക്കണം. യാവർ തന്നെ. അപ്പം യാവരാണോ യഥാ മാം പ്രപദ്യന്തേ, ഏന പ്രകാരേണ മാം പ്രപദ്യന്തേ, ഏത് പ്രകാരത്തിലാണോ എന്നെ പ്രാപിക്കുന്നത്, സമീപിക്കുന്നത്, താൻ തഥൈവ ഭജാമ്യഹം, അവരെ അതേ രീതിയിൽ ഞാനും അനുഭജിക്കുന്നു. ഇത് അധ്യാത്മശാസ്ത്രം എന്ന രീതിയിൽ ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ചതിന് സൂക്ഷ്മമായ തത്വങ്ങളുണ്ട്. ഇനി അതിലുപരി ശ്രീകൃഷ്ണൻ്റെ ജീവിതം തന്നെ അതാ കാണിച്ചത്, അല്ലേ? ചിന്തിച്ചു നോക്കൂ. ആദ്യം മുല കൊടുത്തു കൊല്ലാൻ വന്നു, അവളെ മുല കുടിച്ചു കൊന്നു. വേണമെങ്കിൽ ശ്രീകൃഷ്ണനെ കഴുത്ത് പിടിച്ച് ഞെക്കി കൊന്നുകൂടെയിരുന്നോ? ഇടിച്ചു കൊന്നുകൂടെയിരുന്നോ? കുത്തി കൊന്നുകൂടെയിരുന്നോ? എന്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ മുല കൊടുത്തു കൊല്ലാൻ വന്നവളെ മുല കുടിച്ചു തന്നെയാണ് വന്നത്. ഏത് രീതിയിലാണോ ഇങ്ങോട്ട് സമീപിക്കുന്നത് ആ രീതിയിലായിരിക്കും അങ്ങോട്ട്. അത് ഭഗവാന് പ്രത്യേകിച്ച് രാഗദ്വേഷങ്ങളില്ല. ഏത് രീതിയിൽ അങ്ങോട്ട് സമീപിക്കണം അതേ രീതിയിൽ തിരിച്ചും. ഇത് ഹിന്ദു സമൂഹം പഠിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇത് പഠിക്കാത്തതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. ആ ചുമരിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 3 മീറ്ററും ഇവിടെ നിന്ന് അങ്ങോട്ട് 1.5 മീറ്ററും അത് പറ്റുമോ? അവിടെ നിന്ന് ഇങ്ങോട്ട് 3 മീറ്റർ വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 3 മീറ്റർ. ഈ സമീപനായിരിക്കണം എപ്പോഴും, എല്ലാവരോടും, എല്ലായ്പ്പോഴും. എന്നാൽ ഒരു പ്രശ്നം ജീവിതത്തിലില്ല. അതാ ഭഗവാൻ കാണിച്ചു തരുന്നത്. മുമുക്ഷുക്കളായിട്ട് ഭജിക്കുന്നവർക്ക് മോക്ഷം, ബുഭുക്ഷുക്കളായിട്ട് ഭജിക്കുന്നവർക്ക് ഭോജനം, ഇത്രയേ ഉള്ളൂ. ഏത് ഭാവനയിലാണോ ഭജിക്കുന്നത് അതിനനുസരിച്ച്. ശ്രീകൃഷ്ണൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളെ സംബന്ധിച്ചും ഭഗവാൻ അത് തന്നെയാണ് കാണിച്ചു തന്നെ, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം ഏത് പ്രകാരത്തിലാണോ എന്നെ ഭജിക്കുന്നത് അതേ രീതിയിൽ ഞാൻ അവരെയും അനുഭജിക്കുന്നു. അപ്പം മുമുക്ഷുക്കളായിട്ട് മന്മയന്മാരായിട്ട് വന്നവർ അവർ മുക്തന്മാരായി തീരുന്നു, അല്ലാത്തവരില്ല. മമ വർത്തമാ അനുവർത്തന്തെ മനുഷ്യാഹ സർവശഃ. സർവശഃ സർവപ്രകാരത്തിലും മനുഷ്യാഹ മനുഷ്യന്മാർ മമ വർത്തുമാ അനുവർത്തന്തേ. വർത്തുമാ വഴി, എൻ്റെ വഴിയെ തന്നെയാണ് എല്ലാവരും പിന്തുടരുന്നത്. എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ എൻ്റെ വഴിയെയാണ് പിന്തുടരുന്നത്.
അതുകൊണ്ട് രാഗദ്വേഷങ്ങൾ എന്നിൽ പറയരുത്. ഒരു കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചാൽ അവിടുന്ന് പ്രതിരൂപവും പുഞ്ചിരിക്കും. വിളിച്ചു കാണിച്ചാലോ അതിങ്ങോട്ട് വിളിച്ചു കാണിക്കും. കണ്ണാടി എന്നെ വിളിച്ചു കാണിച്ചതെന്ന് ആരും പറയാറില്ല. ഇതുതന്നെയാണ്. കണ്ണാടി പുഞ്ചിരിച്ചതെന്ന് ആരും കണ്ണാടി അഭിനന്ദിക്കാറുമില്ല. രണ്ടുമില്ല, ഇതേപോലെയാണ്, ഒരു മാറ്റമില്ല. എന്നെ ഏത് ഭാവത്തിൽ ഭജിക്കുന്നു ആ ഭാവത്തിൽ ഞാനും അനുഭജിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. വാസ്തവത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായത്, ഏറ്റവും വലിയ മഹിമയായത്, മറ്റതെല്ലാം ഒന്നിനു വേണ്ടി ഒന്നിലൂടെ മാത്രമാണ്. ഇവിടെ അതല്ല. ഞാൻ കാളിയായിട്ടാണ് പൂജിക്കുന്നത്, കാളിയായിട്ട് പൂജിച്ചോളൂ. ഞാൻ കൂളിയായിട്ടാണ്, കൂളിയായിട്ട് പൂജിച്ചോളൂ. ഞാൻ ശിവനായിട്ടാണ് പൂജിക്കുന്നത്, സന്തോഷം. ഞാൻ വിഷ്ണു ആയിട്ടാണ്, ആയിക്കോട്ടെ. എനിക്ക് കുട്ടിച്ചാത്തനെയാണ് ഇഷ്ടം, വളരെ സന്തോഷം. ഏത് ഭാവനയിൽ വേണമെങ്കിലും എനിക്ക് ആരാധിക്കാം. കാരണം സത്യം ഏകമാണ്, അദ്വിതീയമാണ്. ആ ഏകമായ അദ്വൈതമായ സത്യത്തിന് നാമരൂപങ്ങളില്ല. എന്നിരിക്കെ ഏത് നാമം അനുസന്ധാനം ചെയ്താലും, ഏത് രൂപം അനുസന്ധാനം ചെയ്താലും, ഏത് ഭാവനയിൽ സമീപിച്ചാലും ഒരു പ്രശ്നമില്ല. ഒരു ക്ഷേത്രം ധാരാളം പേര് പോയി ഉപാസിക്കുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ചില പ്രധാനിമാരായിട്ടുള്ള ചില ആൾക്കാരുണ്ട് അതിൻ്റെ പരിപാലകന്മാരായിട്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് തൊഴുക, നമസ്കരിക്കുകയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ഒരു കാരണവർ തൊഴുകയില്ല, നമസ്കരിക്കുകയില്ല, ഒന്നുമില്ല. അയാളുടെ പ്രധാന പരിപാടി കൊല്ലത്തിലൊരിക്കൽ പോയി കള്ള് കുടിക്കുക, അത്രയേ ഉള്ളൂ. കൊല്ലത്തിലൊരു ദിവസം പോയിട്ട് അവിടുന്ന് കുറച്ച് കള്ള് കിട്ടും, അത് കുടിക്കുക പരിപാടി. ഇപ്പോൾ കുടുംബത്തിൽ സമ്പത്ത് വല്ലതും കുറഞ്ഞു പോയാൽ, പൈസ കുറഞ്ഞാൽ ഇയാൾ മുണ്ടൊക്കെ മടക്കി കെട്ടി നേരെ ദേവിയുടെ മുമ്പ് പോയിട്ട് തെറി വിളിക്കാൻ തുടങ്ങും. നിന്നെ ഇവിടെ ഇരുത്തിയിട്ടുള്ള വെറുതെ അല്ല, നിനക്ക് യഥാസമയം വേണ്ടതൊക്കെ തരുന്നത് വെറുതെ അല്ല, കുടുംബത്തെ വേണ്ടതുപോലെ പരിപാലിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. ഈ ഭാഷ ഇതൊന്നുമല്ല, പച്ച തെറിയാ പറയുക. നമുക്കിവിടെ പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് പറയുക. അപ്പോൾ ഒരാളുടെ ദൃഷ്ടിയിൽ അയാൾക്ക് ഭക്തി ഇല്ല എന്ന് പറഞ്ഞേക്കാം, മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അയാൾ പരാഭക്തനാണെന്ന് പറഞ്ഞേക്കാം. കാരണം അയാൾക്ക് അനന്യഭാവമാണ്. ചിന്തിക്കുക. ഏത് ഭാവനയിലും ആ ഭാവനയിൽ കാര്യം എന്ത് പറഞ്ഞാലും പിറ്റേന്ന് അയാൾക്ക് എവിടുന്നെങ്കിലും ചൊല്ലാനും കിട്ടും, പ്രതിസന്ധിയൊക്കെ തീരും. ഇത് കഥയല്ല. അപ്പോൾ ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിൽ, കാമമാണോ ക്രോധമാണോ ഏതും ഭഗവാനോട് എടുക്കാം. കാമക്രോധാദയ തസ്മിന്നേവ കരണീയം. നോക്കൂ, യേ യഥാ യേന പ്രകാരേണ യേന പ്രയോജനേന യത് ഫലാർത്ഥിതയാ മാം പ്രപദ്യന്തെ താൻ തഥാ ഏവ തത് ഫലദാനേന ഭജാമി അനുഗൃഹ്ണാമി അഹം ഇതി ഏതത് തേഷാം മോക്ഷം പ്രതി അനർത്ഥിത്വാത് നഹി ഏകസ്യ മുമുക്ഷുത്വം ഫലാർത്ഥിത്വം ച യുഗപത് സംഭവതി. അതഃ യേ ഫലാർത്ഥിനഃ താൻ ഫലപ്രദാനേന, യേ യഥോക്തകാരിണഃ തു അഫലാർത്ഥിനഃ മുമുക്ഷവഃ ച താൻ ജ്ഞാനപ്രദാനേന, യേ ജ്ഞാനിനഃ സന്യാസിനഃ മുമുക്ഷവഃ ച താൻ മോക്ഷപ്രദാനേന, തഥാ ആർത്താൻ ആർത്തിഹരണേന ഇത്യേവം യഥാ പ്രപദ്യന്തെ യേ താൻ തഥാ ഏവ ഭജാമി ഇത്യർത്ഥഃ. ന പുനഃ രാഗദ്വേഷനിമിത്തം മോഹനിമിത്തം വാ കഞ്ചിത് ഭജാമി. സർവഥാപി സർവാവസ്ഥസ്യ മമ ഈശ്വരസ്യ വർത്തുമാ മാർഗം അനുവർത്തന്തെ മനുഷ്യാഃ യത് ഫലാർത്ഥിതയാ യസ്മിൻ കർമ്മണി അധികൃതാഃ യേ പ്രയതന്തെ തേ മനുഷ്യാഃ ഉച്യന്തെ ഹേ പാർത്ഥ സർവശഃ സർവപ്രകാരൈഃ. യേ
യഥാ യേന പ്രകാരേണ യേന പ്രയോജനേന യത് ഫലാർത്ഥിതയാ. ആരോ ഫ എന്ന് പറയുന്നുണ്ട്, ഫലമില്ലേ? ഫ ഇല്ല, ഫ എന്നൊരു അക്ഷരം ഇല്ല, വർണ്ണമില്ല. പ ഫ ബ ഭ. ആദ്യത്തെ സംശയം വന്നാൽ ഇത് ഓർമ്മിച്ചാൽ മതി. ഒന്നാമത്തെയും മൂന്നാമത്തെയും വർണ്ണത്തിൽ നിന്ന് അകാരം എടുത്തു മാറ്റിയിട്ട് ഹകാരം ചേർത്താൽ മതി. അപ്പോൾ രണ്ടാമത്തതും നാലാമത്തതും കിട്ടും. ഉച്ചാരണം തെറ്റില്ല. പ് അധികം ഹ ഫ, ക് അധികം ഹ ഖ. അപ്പോൾ തെറ്റില്ല. ഇത് ABCDEF പറഞ്ഞിട്ട് ഇതിലും കൊണ്ടുവരും. അതവിടെ, ഇവിടെ അല്ല. യത് ഫലാർത്ഥിതയാ മാം പ്രപദ്യന്തെ താൻ തഥാ ഏവ തത് ഫലദാനേന. അവിടെ വീണ്ടും മറ്റേതിനെ വന്നുണ്ട്. പോട്ടെ. ഭജാമി അനുഗൃഹ്ണാമി അഹം ഇത്യേതത് തേഷാം മോക്ഷം പ്രതി അനർത്ഥിത്വാത് നഹി ഏകസ്യ മുമുക്ഷുത്വം ഫലാർത്ഥിത്വം ച യുഗപത് സംഭവതി. അതഃ യേ ഫലാർത്ഥിനഃ താൻ ഫലപ്രദാനേന യേ യഥോക്തകാരിണഃ തു അഫലാർത്ഥിനഃ മുമുക്ഷവഃ ച താൻ ജ്ഞാനപ്രദാനേന യേ ജ്ഞാനിനഃ സന്യാസിനഃ മുമുക്ഷവഃ ച താൻ മോക്ഷപ്രദാനേന തഥാ ആർത്താൻ ആർത്തിഹരണേന ഇത്യേവം യഥാ പ്രപദ്യന്തെ യേ താൻ തഥാ ഏവ ഭജാമി ഇത്യർത്ഥഃ. ന പുനഃ രാഗദ്വേഷനിമിത്തം മോഹനിമിത്തം വാ കഞ്ചിത് ഭജാമി. സർവഥാ അപി സർവാവസ്ഥസ്യ മമ ഈശ്വരസ്യ വർത്തുമ മാർഗം അനുവർത്തന്തെ മനുഷ്യാഃ യത് ഫലാർത്ഥിതയാ യസ്മിൻ കർമ്മണി അധികൃതാഃ യേ പ്രയതന്തെ തേ മനുഷ്യാഃ ഉച്യന്തെ. ഹേ പാർത്ഥ സർവശഃ സർവപ്രകാരൈഃ. ഹേ പാർത്ഥ, അല്ലയോ പാർത്ഥ, അല്ലയോ പൃഥയുടെ മകനെ അർജുന, യേ യഥാ യാവര് ഏത് പ്രകാരത്തിൽ ഏത് പ്രയോജനത്തെ ആഗ്രഹിച്ച്, അതാണ് യത് ഫലാർത്ഥിതയ, ഏതൊരു ഫലത്തെ ആഗ്രഹിച്ച്. അപ്പോൾ ഭക്തന്മാരെ 4 പ്രകാരമായിട്ട് വിഭജിച്ച് പറയുന്നത് ഓർമ്മിക്കുക. അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച എന്ന്. ജ്ഞാനീച്ച എന്ന് ജ്ഞാനിയെ വേർതിരിച്ചു. അപ്പം ഭക്തി അല്ലെങ്കിൽ ഭക്തൻ 2 പ്രകാരത്തിൽ, പരാ അപരാഭേദത്തിൽ. പരാഭക്തൻ ജ്ഞാനിയാണ്, അപരാഭക്തനാണ് 3 പ്രകാരത്തിൽ. ഏതൊക്കെയാ? ആർത്തഃ, ജിജ്ഞാസുഹു, അർത്ഥാർത്ഥി. ആർത്തൻ ദുഃഖിതൻ, ദുഃഖമോചനത്തിന് ഭജിക്കുന്നവൻ. ജിജ്ഞാസു, ജ്ഞാതും ഇച്ഛുഹു, അറിയാൻ ഇച്ഛയുള്ളവൻ, അറിയണം എന്ന ഇച്ഛയോടൊത്തവൻ. ഇപ്പോൾ തത്വജ്ഞാനം ഇച്ഛിക്കുന്നവൻ. പിന്നെ അർത്ഥാർത്ഥി, എന്തെങ്കിലും അർത്ഥം ലഭിക്കും എന്ന് ആഗ്രഹിച്ചു വരുന്നവൻ. ഇങ്ങനെ 3 പ്രകാരത്തിലുള്ള ഭക്തന്മാർ. അപരാഭക്തന്മാർ. പിന്നെ പരാഭക്തൻ ജ്ഞാനിയും.
ഇതാണ് ചതുർവിധാ ഭജന്തേ മാം. ഇത് സാമാന്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഒരു പ്രയാസവും ഇല്ല. നമ്മൾ സാധാരണ ദുഃഖിതൻ, ദുഃഖമോചനത്തിന് ഭജിക്കുന്നവൻ, തത്വജ്ഞാനം ഇച്ഛിച്ച് ഭജിക്കുന്നവൻ, എന്തെങ്കിലും അർത്ഥപ്രാപ്തി ഇച്ഛിച്ച് ഭജിക്കുന്നവൻ എന്ന് വേർതിരിച്ച് പറയാം. നാരദീയമായ ഭക്തി സൂത്രത്തെ ഇതിനോട് ഘടിപ്പിച്ച് ചിന്തിച്ചാൽ വളരെ സൂക്ഷ്മാർത്ഥം കിട്ടും നമുക്ക്. കാരണം നാരദൻ തൻ്റെ ഭക്തിസൂത്രത്തിൽ ഈ 3 ഭക്തന്മാരെ പറഞ്ഞിട്ട് തൊട്ടടുത്ത സൂത്രത്തിൽ പറയും, ഉത്തരസ്മാത് പൂർവപൂർവ ശ്രേയായ ഭവതി എന്ന് പറയും. പിന്നെ ഉള്ളതിനേക്കാൾ മുമ്പിൽ ഉള്ളത് ശ്രേയസ്സിനായിക്കൊണ്ട് തീരുന്നു എന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ അർത്ഥാർത്ഥിയുടെ ഭക്തിയേക്കാൾ ഉത്കൃഷ്ടമാണ് ജിജ്ഞാസുവിൻ്റെ ഭക്തി. അത് മനസ്സിലാക്കാം, ശരിയാണ്. പക്ഷെ ജിജ്ഞാസുവിൻ്റെ ഭക്തിയേക്കാൾ ഉത്കൃഷ്ടമാണ് ആർത്തൻ്റെ ഭക്തി എന്ന് വരും. അതെങ്ങനെ ശരിയാവും? അപ്പം പല വ്യാഖ്യാതാക്കളും പറയുക ആർത്തന് തീവ്രമായ ഭക്തി ഉണ്ടാവും എന്നാണ്. അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ അതിനേക്കാൾ തീവ്രത ഉണ്ടാവും അർത്ഥാർത്ഥിക്ക്, അതിനേക്കാൾ തീവ്രത ഉണ്ടാവും ജിജ്ഞാസുവിന്. അപ്പോൾ ആ ഒരു സൂത്രം നമ്മൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഉൾക്കാഴ്ച ലഭിക്കും. അത് എന്തെങ്കിലും കാര്യസാധ്യം ഇച്ഛിച്ച് ഭജിക്കുന്നവരൊക്കെ അർത്ഥാർത്ഥി എന്നുള്ള വിഭാഗത്തിൽ പെടും. അതിനേക്കാൾ ഉത്കൃഷ്ടമായ ഭക്തിയാണ് ജിജ്ഞാസുവിൻ്റെ ഭക്തി. അതിനേക്കാൾ ഉത്കൃഷ്ടമാണ് മുമുക്ഷുവിൻ്റെ ഭക്തി. അതെങ്ങനെ മുമുക്ഷു എന്ന് അർത്ഥം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആർത്തൻ സാമാന്യ അർത്ഥത്തിലല്ല, മറിച്ച് ഈ സംസാര ക്ലേശങ്ങളാൽ ആർത്തൻ എന്ന് വരും. ജനന മരണങ്ങളുടെ ആവർത്തനം, ഈ സംസാരക്ലേശം, അജ്ഞാനത്താലുള്ള ബന്ധനം, അതിൽ ആർത്തനായിരിക്കുന്നവനാണ് ആർത്തൻ. അല്ലാണ്ട് പല വ്യാഖ്യാതാക്കളും പറയുന്നത് പോലെ രോഗാദിക്ലേശമുള്ളവനല്ല. എന്തുകൊണ്ടെന്നാൽ രോഗാദിക്ലേശത്തിൽ നിന്നുള്ള മോചനവും അർത്ഥാർത്ഥി എന്നുള്ള വകുപ്പ് തന്നെയാണ് വീട്. എനിക്ക് പണം കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും എൻ്റെ തലവേദന മാറണമെന്ന് ആഗ്രഹിച്ചാലും രണ്ടും അർത്ഥാർത്ഥിതയാണ്. എൻ്റെ വാതരോഗം ശമിക്കണേന്ന് പ്രാർത്ഥിച്ചാലും അത് തന്നെയാണ്, അല്ലേ? അതെ. അപ്പം അതുകൊണ്ട് ഏത് ഫലാർത്ഥിതയോടുകൂടി, ഏത് ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആർത്തൻ എപ്പോഴും ആർത്തിമോചനമാണ് ഇച്ഛിക്കുന്നത്, ജിജ്ഞാസ എപ്പോഴും ജ്ഞാനമാണ് ഇച്ഛിക്കുന്നത്. അർത്ഥാർത്ഥി അതത് അർത്ഥപ്രാപ്തിയാണ് ഇച്ഛിക്കുന്നത്. അപ്പോൾ എന്ത് ഇച്ഛിച്ചുകൊണ്ടാണോ ഒരാൾ ഭജിക്കുന്നത്, അതാണ് താം മാം പ്രപദ്യന്തി, താൻ തഥായേവ തത് ഫലദാനേന, അത് നൽകിക്കൊണ്ട് ഭജാമി അനുഗൃഹണാമി, ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഏത് രീതിയിൽ എന്നെ സമീപിക്കുന്നു ആ രീതിയിൽ ഞാൻ അവരെ അനുഭജിക്കുന്നു. തേഷാം മോക്ഷം പ്രതി അനർത്ഥിത്വം, അത് അവർ മോക്ഷം അർത്ഥിച്ചിട്ടില്ല, മുമുക്ഷു ആയിട്ടില്ല. മുമുക്ഷു ആവാതെ വ്യത്യസ്തങ്ങളായ ഫലങ്ങളെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആ ഫലമാണ് ലഭിക്കുന്നത്. അവിടെ ഭാഷ്യകാരൻ ഒരു വാചകം കൂട്ടിച്ചേർക്കുകയാണ്, നഹി ഏകസ്യ മുമുക്ഷുത്വം ഫലാർത്ഥിത്വം ച യുഗപത് സംഭവതി. ഒരു മനുഷ്യന് ഫലാർത്ഥിത്വവും മുമുക്ഷുത്വവും ഒന്നിച്ചു പറ്റില്ല. ഒരാൾക്ക് മുമുക്ഷുത്വം ആവാം, ഫലാർത്ഥിത്വം ആവാം, രണ്ടും തെറ്റല്ല. പക്ഷെ രണ്ടും ഒന്നിച്ച് സാധിക്കില്ല. എനിക്ക് താൽക്കാലികമായ ചില ഫലങ്ങളും വേണം, എനിക്ക് മോക്ഷവും വേണം, രണ്ടും കൂടി നടക്കില്ല. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക. ദോഷോ? അല്ല, നടപ്പില്ല. ദോഷം വരുന്നതല്ല, ദോഷമൊന്നുമില്ല. ദോഷം വരികയല്ല ചെയ്യുക, നടപ്പില്ല. കാരണം നമുക്ക് ഇവിടുന്ന് കിഴക്കോട്ട് പോയാലും പടിഞ്ഞാറെത്താം, പടിഞ്ഞാറോട്ട് പോയാലും കിഴക്കോട്ടെത്താം. പക്ഷെ രണ്ടും ഒന്നിച്ചു പറ്റുമോ? ഞാനിവിടുന്ന് ഒരു പടിഞ്ഞാറൻ രാജ്യത്തിലേക്ക് പോവുകയാണ്, അമേരിക്കയിലേക്ക് പോകാമെന്ന് വിചാരിച്ചോളൂ. എനിക്കിവിടുന്ന് വിമാനത്തിൽ പടിഞ്ഞാറോട്ട് പോയിട്ട് അമേരിക്കയിലെത്താം, കിഴക്കോട്ട് പോയാലും അമേരിക്കയിലെത്താം.
ഓസ്ട്രേലിയ വഴി അങ്ങനെ ചുറ്റിപ്പോവാം, യൂറോപ്പ് വഴി അങ്ങനെ ചുറ്റിപ്പോവാം, രണ്ടായാലും അമേരിക്കയിലെത്താം. പക്ഷെ രണ്ടും ഒരേ സമയത്ത് പോകണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഏതെങ്കിലും ഒന്ന് നിശ്ചയിക്കണം. അപ്പോൾ ഭഗവാനെ, എൻ്റെ പണം ധാരാളം കിട്ടണം, എൻ്റെ കച്ചവടം നന്നാവണം, ഭാര്യയ്ക്ക് സുഖം ഉണ്ടാവണം, ഭർത്താവിന് സുഖം ഉണ്ടാവണം, കുട്ടിക്ക് സുഖം ഉണ്ടാവണം, എനിക്ക് മോക്ഷവും വേണം എന്ന് പട്ടിക പറഞ്ഞാൽ ശരിയാവില്ല. അത് അമ്പലത്തിൽ ഈ വിലവിവര പട്ടികയിൽ എഴുതി വെക്കാം, അത്രയേ ഉള്ളൂ. കാര്യം നടപ്പില്ല. ഏതാണെന്ന് ആദ്യം തീരുമാനിക്കണം. അത് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല. പറച്ചിൽ നമ്മളാരും കുറയ്ക്കാറില്ല, അല്ലേ? പറച്ചിൽ നമ്മൾ ആരും കുറയ്ക്കാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നഹി ഏകസ്യ മുമുക്ഷുത്വം ഫലാർത്ഥിത്വം ച യുഗപത് സംഭവതി. ഒന്നിച്ച് സംഭവിക്കില്ല. അത് ഭാഷ്യകാരനൊരിടത്ത് ഇത്ര പോലും പറയുന്നുണ്ട്. ഈ ശരീരപോഷണാർത്ഥീസൻ യ ആത്മാനം ദിദൃക്ഷതി ഗ്രാഹം ദാരുധിയാ ധൃത്വ നദീതർത്തും സ ഇച്ഛതി. ശരീരപോഷണാർത്ഥി, എൻ്റെ ശരീരം നന്നാവണം. അപ്പോൾ ശരീരം നന്നാവുക എന്ന് പറഞ്ഞാൽ ഉപലക്ഷണാർത്ഥത്തിലാണ്. കേവലം ഭൗതികമായിരിക്കുന്ന പ്രയോജനങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള ഒരാൾ, അവൻ ആത്മജ്ഞാനവും ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, ആത്മാനം ദിദൃക്ഷതി, ആത്മാവിനെ കാണാനും അവൻ ഇച്ഛിക്കുകയാണ് എങ്കിൽ, ഗ്രാഹം ദാരുധിയാധൃത്വ, മുതലയെ മരമാണെന്ന് വിചാരിച്ചിട്ട് പിടിച്ചിട്ട് നദീതർത്തും തയ്ച്ചതി, നദി തരണം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താവും? മുതലനെ പിടിച്ചിട്ട് നദി തരണം ചെയ്താൽ വിവരം അറിയും, അത്രയേ ഉള്ളൂ. അതുപോലെയാണ്. അത്ര പോലും അസാധ്യമാണെന്നാണ് പറയണത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് യാതൊരു രാഗദ്വേഷവും ഉണ്ടായിട്ടല്ല. ഏത് രീതിയിൽ എന്നെ ഭജിക്കുന്നു ആ രീതിയിൽ അനുഭജിക്കുന്നു. അത്തഹ ഏ ഫലാർത്ഥിനഃ താൻ ഫലപ്രധാനേന. അതുകൊണ്ട് യാവരാണോ ഫലാർത്ഥികളായിട്ട് അത് കിട്ടണം ഇത് കിട്ടണം എന്ന് ആഗ്രഹിച്ച് വരുന്നത്, അവർക്ക് ഞാൻ ആ ഫലത്തെ കൊടുക്കും. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു കഥയിൽ ചക്രവർത്തിയുടെ അരികെ പോയിട്ട് 250 ഗ്രാം കുമ്പളങ്ങ ചോദിക്കുന്ന ആളുടെ കഥയുണ്ട്. ചക്രവർത്തിയുടെ അടുത്താണ് പോയത്. എന്തും ചോദിച്ചാൽ കിട്ടും. ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത ചോദിച്ചാലും കിട്ടും. പക്ഷെ അവിടെ പോയിട്ട് തൽക്കാലം അന്നത്തെ ഉച്ചക്കത്തെ കറിക്ക് കുമ്പളങ്ങ ചോദിച്ചു വെച്ചാൽ അതല്ലേ കൊടുക്കാൻ ഓർഡർ ആവുക. 250 ഗ്രാം കുമ്പളങ്ങ ചോദിച്ചാൾക്ക് 10 കിലോ കുമ്പളങ്ങ കൊടുത്തോളൂ എന്ന് ചക്രവർത്തി പറയുമോ? ഒരിക്കലും ഇല്ല. 250 കൊടുത്തോളൂ എന്നാണ് പറയുക. അതെ. അപ്പോൾ ആ ഏത് ഫലമാണോ ഇച്ഛിക്കുന്നത് ആ ഫലത്തെ അവർക്ക് കൊടുക്കുന്നു. യഥോക്തകാരിണ അഫലാർത്ഥിന. അത് ശ്രദ്ധിക്കണം. ഇനി യാവരാണോ ഒരു ഫലത്തെയും ആഗ്രഹിക്കാത്തവർ, ഒരു ഫലവും വേണ്ട, പക്ഷെ അവർ വേറൊന്നുണ്ട്, യഥോക്തകാരികളായിരിക്കണം, പറയണത് ചെയ്യണവരാണോ. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം വേണം. സത്യസന്ധരായിരിക്കണം എന്നർത്ഥം. പറച്ചിലൊന്ന് പ്രവൃത്തിയൊന്ന് അങ്ങനെയല്ല. യഥോക്തകാരിണ അഫലാർത്ഥിന മുമുക്ഷവ. മുമുക്ഷുക്കളായിട്ടുള്ളവർ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്, മോക്ഷമാണ് എന്നുറച്ച ബോധമുള്ളവർ, താൻ ജ്ഞാനപ്രദാനേന, അവർക്ക് ഞാൻ അറിവ് കൊടുക്കും, അവർക്ക് അറിവുണ്ടാവാനുള്ള വഴി കൊടുക്കും. പിന്നെ 3-ാം വകുപ്പുകാർ ജ്ഞാനിനഹ സന്യാസിനഹ. ഇനി ജ്ഞാനികളായിട്ടുള്ളവർ, അറിവുള്ളവർ, അവർ സന്യാസിമാരാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ ബാഹ്യമായതല്ല ഉദ്ദേശിക്കുന്നത്. നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു. ആന്തരികമായ സന്യാസനിഷ്ഠയിൽ ഉറച്ചവരാണ്. എങ്കിൽ അവർക്കോ താൻ മോക്ഷപ്രധാനേന, അവർ മുക്തിയിലേക്ക് ഉയരുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കും. അപ്പോൾ സകാമന്മാരായി ആഗ്രഹിക്കുന്നവർക്ക് അതത് കാമപ്രാപ്തി, നിഷ്കാമന്മാരായിട്ട് ജ്ഞാനം ഇച്ഛിക്കുന്നവർക്ക് ജ്ഞാനം, ജ്ഞാനികളായിട്ട് മുമുക്ഷുക്കളായിട്ടുള്ളവർക്ക് മോക്ഷം. ഇങ്ങനെയാണ് എൻ്റെ പദ്ധതി. തഥായവ ഭജാമി. അപ്പോൾ ഏത് രീതിയിൽ ഇങ്ങോട്ട് ഭജിക്കണോ ആ രീതിയിൽ അങ്ങോട്ട് അനുഭജിക്കുന്നു. അതുകൊണ്ട് രാഗദ്വേഷ നിമിത്തം മോഹനിമിത്തം വാ കഞ്ചിത് ഭജാമി നാം. രാഗദ്വേഷ നിമിത്തമോ മോഹനിമിത്തമോ ഞാൻ ആരെയും ഭജിക്കുന്നില്ല.
അപ്പം നമുക്ക് ലഭിച്ച മനുഷ്യജന്മത്തെ സാർത്ഥകമായി ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കണം. പിന്നെ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? അന്ന് ഞാനിപ്പോൾ ഇതാണല്ലോ പ്രാർത്ഥിച്ചത്, അന്ന് ഞാൻ 250 കുമ്പളങ്ങ പ്രാർത്ഥിച്ചുല്ലോ, അതിന് പകരം കുറച്ച് വലുത് വല്ലതും ചോദിക്കായിരുന്നു എന്ന് പിന്നെ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞു, ചക്രവർത്തി പോയി കഴിഞ്ഞു. അപ്പം ലഭിച്ച മനുഷ്യജന്മത്തെ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ നമ്മൾ ശീലിക്കണം എന്നർത്ഥം. അത് ചിന്തിക്കുക. ശ്രീകൃഷ്ണാവതാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ തത്വജ്ഞാനം അപേക്ഷിച്ചത് ഒരുപക്ഷെ ഉദ്ധവനെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. വരാറുള്ള കുറേ ഗോപസ്ത്രീകളും ഗോപന്മാരൊക്കെ ഉണ്ടായിരുന്നു. എത്ര അടുത്താണ് അവർ പെരുമാറിയത്. അവർക്ക് രാഗവും ശൃംഗാരവും കാമവും ഒക്കെയാണ് അധികം ഉണ്ടായത്. അതൊക്കെ കൊടുത്തു, അത് വേണ്ടവർക്ക് അത് കൊടുത്തു. അർജുനന് വീര്യം, യുദ്ധത്തിന് ഇതികർത്തവ്യത, മൂഢതയൊക്കെ വന്നപ്പോൾ ശരി നീ അതെടുത്തോ കൊണ്ട് കരുത്ത് കൊടുത്തു. തത്വവിജ്ഞാനിയായിട്ട് ഭഗവാനെ പ്രാപിച്ചത് ഉദ്ധവനേ ഉള്ളൂ. വേറെ അറിയില്ല. കുബ്ജ വന്നപ്പോൾ കുബ്ജയ്ക്കൊക്കെ നിവർത്തി കൊടുത്തു. അത് ഈ കൂനൊക്കെ നിവർത്തി ഒരു കുട്ടീനെയും കൊടുത്തു. പോയിക്കോ, ഒരാൺകുട്ടി, ഉപശ്ലോകൻ. അത് ജീവിച്ചു സന്തോഷമായിട്ട്. മുമുക്ഷുവായിട്ട് തത്വോപദേശം ചെയ്തത്, സൂക്ഷ്മ തത്വോപദേശം ചെയ്തത് ഉദ്ധവനെ പോലുള്ളവർക്ക്. എത്ര ലക്ഷം പേരെ കണ്ടിട്ടുണ്ടാവും, എത്ര ലക്ഷം പേരെ പ്രാപിച്ചിട്ടുണ്ടാവും. എന്നാലും ഭഗവാൻ വല്ലാത്തൊരു അക്രമം ചെയ്ത് കേട്ടോ. എന്ത്, അർജുനന് മോക്ഷോപദേശം കൊടുത്തുകൂടെയിരുന്നോ? കാരണം ഷാധിമാം ത്വാ പ്രപന്നൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? സംഗതി ഷാധിമാം ത്വാ പ്രപന്നൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറച്ചില്ല, അതിനുള്ള യോഗ്യത അപ്പുറത്ത് സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഭഗവാൻ വഴക്കും പറഞ്ഞിട്ടുണ്ട് അർജുനനെ. നിന്നെപ്പോലത്തെ ഒരു മന്ദനായി പോയല്ലോ ഞാൻ അന്ന് വലിയൊരു ഉപദേശം തന്നത് എന്നൊക്കെ. എൻ്റെ ഒരു ഗതികേട് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് കൃപ കൊണ്ട് അനുഗീത ഉപദേശിച്ചു, അത് വേറെ വിഷയം. 18 അധ്യായമാണ് ഭഗവത്ഗീത എങ്കിൽ 36 അധ്യായമാണ് അനുഗീത. നേരെ ഇരട്ടി അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു. പിടിച്ചോ, എന്നിട്ട് വല്ലതും മനസ്സിലാക്കിയോ? എന്നിട്ട് അർജുനജ്ഞാനിയായോ? എന്നിട്ടുമില്ല. എന്നിട്ടും പിന്നെയും കരഞ്ഞ് ഏട്ടൻ്റെ നറുക്ക് പോലും വാളെടുത്ത് ചാടി ഇരിക്കട്ടെ. അപ്പോൾ ആർത്തന്മാരെ ആർത്തിഹരണേന, അപ്പോൾ ദുഃഖനിവൃത്തിക്ക് ഭജിക്കണവർക്ക് ദുഃഖനിവൃത്തി നൽകിക്കൊണ്ട്, മുമുക്ഷുക്കൾക്ക് മോക്ഷം നൽകിക്കൊണ്ട്, ജിജ്ഞാസുക്കൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ട്, ഫലാർത്ഥികൾക്ക് ഫലം നൽകിക്കൊണ്ട് ഞാൻ അവരെ അനുഭജിക്കുന്നു. അല്ലാതെ രാഗദ്വേഷ നിമിത്തമോ മോഹനിമിത്തമോ ഞാൻ ആരെയും പ്രാപിക്കുന്നില്ല. സർവഥ അപി, എല്ലാ പ്രകാരത്തിലും കർമ്മജ്ഞാന ഭക്തി യോഗാദി മാർഗങ്ങളിലൂടെ ഏത് പ്രകാരത്തിൽ എങ്ങനെയായാലും ശരി, സർവാവസ്ഥസ്യ മമ ഈശ്വരസ്യ, സർവാവസ്ഥനായിരിക്കുന്ന, സർവാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാം ആയിരിക്കുന്നത് ഞാനാണ്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്, അത് ശ്രദ്ധിക്കണം. സർവാവസ്ഥ ഞാനാണ്. ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരാൾ പറയുകയാണ് സ്വാമി അവിടെ ഒരു സൈത്താൻ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഒരു സൈത്താൻ അവിടെ ഉണ്ട്, നമ്മൾ സൈത്താനെ കല്ലെറിയാൻ പോവുക, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലും ശൈത്താനെ നമ്മൾ കല്ലെറിയാൻ പോവില്ല. നമ്മളൊരു നിലവിളക്ക് വാങ്ങി എണ്ണ ഒഴിച്ച് ശൈത്താന് വിളക്ക് വെച്ച് കൊടുക്കും. ഞാനും എൻ്റെ വീട്ടുകാരും വെളിച്ചത്തിലിരിക്കുമ്പോൾ നീ ഇരുട്ടിലാവണ്ട, ഒരു വിളക്ക് വെച്ച് കൊടുക്കും. നമ്മളൊരു നേദ്യമൊക്കെ ഉണ്ടാക്കി പായസം ഒക്കെ ആക്കിയിട്ട് ശൈത്താനെ കുടിച്ചോളൂ, ഞാനും വീട്ടുകാരും ഭക്ഷണം കഴിക്കുമ്പോൾ നീ പട്ടിണി കിടക്കരുത്. അതാണ് ഹൈന്ദവ മനസ്സ്, അല്ലാണ്ട് കല്ലെറിയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം ഉണ്ട് എന്നുള്ളിടത്തെ ഉണ്മ, ശൈത്താൻ ഉണ്ട് എന്നുള്ളിടത്തെ ഉണ്മ ഒന്നാണ്. മിത്രമുണ്ട് എന്നുള്ളിടത്തും ശത്രു ഉണ്ട് എന്നുള്ളിടത്തും ഉണ്മ ഒന്നാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ മിത്രവും ശത്രുവും പോയി. ചിന്തിക്കുക. അപ്പോൾ സർവാവസ്ഥനാണ് ഞാൻ, എല്ലാ ഭാവങ്ങളും പ്രാപിച്ചിരിക്കുന്നത് ഞാൻ ഏകനാണ്. അതുകൊണ്ട് ഏത് രീതിയിലും എന്നെ സമീപിക്കാം. എല്ലാ മനുഷ്യരും എന്നെ തന്നെയാണ് പിന്തുടരുന്നത്, അത് ശ്രദ്ധിക്കുക.
ശ്രീരുദ്രത്തിൽ ചോരാണാം പതയേ നമോ, ശിവനെ സ്തുതിക്കുകയാണ്. കള്ളന്മാരുടെ നാഥനായ ഭഗവാനെ നിനക്കായിക്കൊണ്ട് നമസ്കാരം. തസ്കരാണാം പതയേ നമ, കൊള്ളക്കാരുടെ നാഥനെ നിനക്ക് നമസ്കാരം. ഭഗവാനെ ഇപ്പോൾ കൊള്ളക്കാരനായിട്ടാണ് പറഞ്ഞത്, കള്ളനായിട്ടാണ് പറഞ്ഞത്. അതുമാണ് സർവാവസ്ഥനാണെന്നേ. എന്തുണ്ടോ ആ ഉണ്മയാണ്. ചിന്തിക്കുക. യത് ഫലാർത്ഥിതയാ യസ്മിൻ കർമ്മണി അധികൃതാഃ യേ പ്രയതന്തേ, ഏതൊരു ഫലാർത്ഥിതയോടുകൂടി ഏതൊരു കർമ്മത്തിൽ അധികാരികളായവർ പ്രയത്നിക്കുന്നുവോ തേ മനുഷ്യാഃ, ആ മനുഷ്യരെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അവരെ സംബന്ധിച്ചാണ് ഏത് സർവപ്രകാര, എല്ലാ പ്രകാരത്തിലും ഞാൻ അവരെ അനുഭജിക്കുന്നു. ഇത് നമ്മൾ ഓർമ്മിക്കണം. കാരണം പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പിന്നീട് നിരാശ വരുന്ന അവസ്ഥ ഉണ്ടാവും. വിജ്ഞാനികളായ മഹാപുരുഷന്മാരോട് കൂടെ ചേർന്ന് താമസിച്ചാലും അന്ന് ഞാൻ അത് കിട്ടാൻ നോക്കിയില്ലല്ലോ എന്ന് പിന്നെ ചിന്ത വരും. പലപ്പോഴും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഏത് രീതിയിലാണോ എന്നെ പ്രാപിക്കുന്നത് ആ രീതിയിൽ ഞാൻ അവരെ അനുഭജിക്കുന്നു. അല്ലാതെ രാഗദ്വേഷ നിമിത്തമല്ല എൻ്റെ പ്രവൃത്തി എന്നർത്ഥം. വ്യക്തമാണല്ലോ. ഇത് വാസ്തവത്തിൽ ഈ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹിമയെ കാണിക്കുന്ന ഒരു ശ്ലോകമാണിത്. വളരെ ലളിതമായിട്ട് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തൊപ്പിയും കോട്ടുമാണ്, ഞങ്ങൾക്ക് ദേഹത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കോട്ടും തലയുടെ വലുപ്പത്തിനനുസരിച്ച് തൊപ്പിയും. സ്വാമി പറഞ്ഞത് ഭാഷ ഇതല്ല. ജോണിനും ജോസഫിനും തോമസിനും ഒരേ തൊപ്പിയാണ് നിങ്ങൾക്ക്, ഞങ്ങൾക്കതല്ല, ഞങ്ങൾക്ക് വിഭിന്ന തൊപ്പികളാണെന്നാണ് പറഞ്ഞത്. ഇതാണ് മതവും ധർമ്മമായിട്ടുള്ള വ്യത്യാസം. ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ എടുത്തു കാണിക്കുന്ന ശ്ലോകമാണ്. യദി തവ ഈശ്വരസ്യ രാഗാദിദോഷാഭാവാത് സർവപ്രാണീഷു അനുജിഗൃക്ഷായാം തുല്യായാം സർവഫലപ്രധാന സമർത്ഥേ ച ത്വയി സതി വാസുദേവ സർവമിതി ജ്ഞാനേന ഏവ മുമുക്ഷവഃ സന്തഃ കസ്മാത് ത്വാമേവ സർവേ ന പ്രതിപദ്യന്തെ ഇതി ശൃണു തത്ര കാരണം. യദി തവ ഈശ്വരസ്യ രാഗാദിദോഷാഭാവാത് സർവപ്രാണീഷു അനുജിഗൃക്ഷായാം തുല്യായാം സർവഫലപ്രധാന സമർത്ഥേ ച ത്വയി സതി വാസുദേവഃ സർവം ഇതി ജ്ഞാനേന ഏവ മുമുക്ഷവഃ സന്തഃ കസ്മാത് ത്വാം ഏവ സർവേ ന പ്രതിപദ്യന്തെ ഇതി ശൃണു തത്ര കാരണം. അപ്പോൾ അവിടെ ഒരു സംശയം വരികയാണ്, ഭഗവാനെ അങ്ങേക്ക് രാഗാദിദോഷമൊന്നും ഇല്ലല്ലോ, രാഗം ദ്വേഷം തുടങ്ങിയവയൊന്നും ഇല്ലല്ലോ. എനിക്ക് രാഗദ്വേഷങ്ങളൊന്നുമില്ല. ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് രാഗദ്വേഷങ്ങളൊന്നുമില്ല, ഉണ്ടാവാൻ തരമില്ല. അപ്പം സർവപ്രാണികളിലും അനുഗ്രഹബുദ്ധി അങ്ങേക്ക് ഒരുപോലെ ആയിരിക്കുമല്ലോ. അതെ, ഏത് രീതിയിൽ എന്നെ ഗ്രഹിക്കുന്നു ആ രീതിയിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പം എല്ലാവരോടും അനുഗ്രഹബുദ്ധി തുല്യമല്ലേ? അതെ, തുല്യായാം, തുല്യമാണ്. അനുജിഗൃക്ഷായാം തുല്യായാം, അനുഗ്രഹിക്കാനുള്ള ഇച്ഛ എല്ലാവരിലും തുല്യമാണ് ഭഗവാന്. സർവഫല പ്രധാന സമർത്ഥനല്ലേ നീ? അതെ, സർവഫല പ്രധാന സമർത്ഥനുമാണ്. അപ്പം നോക്കൂ, രാഗദ്വേഷാദി ദോഷരഹിതനാണ്, സർവപ്രാണികളിലും അനുഗ്രഹിക്കാനുള്ള ഇച്ഛ തുല്യമാണ് എന്ന് മാത്രമല്ല സർവഫലപ്രധാന സമർത്ഥനുമാണ്. സർവഫലങ്ങളെയും പ്രദാനം ചെയ്യുന്നതിനുള്ള സാമർഥ്യം ഭഗവാനുണ്ട്. എന്നിരിക്കെ ഇത്രയും ശരിയാണ്, ഇത്രയും സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാം വാസുദേവനാണ്
എന്നുള്ള ബോധം കൊണ്ട് എല്ലാ ജനങ്ങളും എന്തുകൊണ്ടാണ് മുക്തരാകാത്തത്? വാസുദേവ സർവമിതി എന്നുള്ള ജ്ഞാനം കൊണ്ടാണ് മോക്ഷം. എല്ലാം വാസുദേവനാണെന്നുള്ളതായ ബോധം അതെന്തുകൊണ്ടാണ് എല്ലാവർക്കും ഉണ്ടാവാത്തത്? ചിലർക്കുണ്ടാവുന്നു, അനേക കോടി ജനങ്ങളിൽ ഒരാൾക്കുണ്ടാവുന്നു, ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്നില്ല. അതെന്താ കാരണം? ത്വാമേവ സർവേന പ്രതിപദ്യന്തേ, എല്ലാവരും നിന്നെ തന്നെ പ്രാപിക്കാത്തത് എന്താ കാരണം? ഇപ്പം നമ്മൾ ഭഗവാനെ എൻ്റെ തലവേദന മാറണേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഭഗവാനെയാണോ ആശ്രയിക്കുന്നത്, തലവേദനയാണോ ആശ്രയിക്കുന്നത്? തലവേദനയാണ് ആശ്രയിക്കുന്നത്. തലവേദന മാറണേ എന്നുള്ള ബുദ്ധിയാണ് നമുക്കുള്ളത്. അത് ചിന്തിക്കുക. അവിടെ തലവേദന ഇല്ലായിരുന്നെങ്കിലും തലവേദന മാറിയാലും തലവേദന മാറിയില്ലെങ്കിലും ഭഗവാനെ നമ്മൾ ഉപേക്ഷിക്കും, അല്ലേ? തലവേദന ഇല്ലായിരുന്നു വെച്ചാൽ സ്വീകരിക്കണ പ്രശ്നമില്ല, മാറിയാലും ഉപേക്ഷിക്കും. കാരണം മാറിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആവശ്യമില്ല. മാറിയില്ലെങ്കിലോ ഇത്രയ്ക്കൊക്കെ ഭജിച്ചിട്ടും മാറിയിട്ടില്ല, ഇനിയിപ്പോൾ എന്ത് ഭഗവാൻ? മൂന്നാലും ഉപേക്ഷിക്കും. അപ്പോൾ ഇതാണ് ചോദ്യം. രാഗാദിദോഷരഹിതനാണ്, അനുജിഗൃക്ഷ തുല്യമാണ്, സർവഫലപ്രധാന സമർത്ഥനുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ വാസുദേവ സർവമിതി എന്നുള്ള ജ്ഞാനം കൊണ്ട് നിന്നെ തന്നെ പ്രാപിക്കാത്തത്? എന്താ അതിൻ്റെ കാരണം? മനുഷ്യന്മാർക്കൊക്കെ ബുദ്ധി ഇല്ലേ? വിവേകം ഇല്ലേ? ഉണ്ടല്ലോ. പിന്നെ എന്താ പറ്റണത്? അപ്പം പറയാണ് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല. പിന്നെന്താണ്? കാക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. കാക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. കാക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ. യജന്ത ഇഹ ദേവത എന്ന് പറഞ്ഞാൽ യജന്തേ ഇഹ ദേവതാഃ. കർമ്മണാം സിദ്ധിം കാക്ഷന്തഃ, കർമ്മങ്ങളിലുള്ള സിദ്ധിയെ ആഗ്രഹിക്കുന്നവരായിട്ട് ഇഹ ഇവിടെ മനുഷ്യലോകത്തിൽ ദേവതകളെ പൂജിക്കുന്നു, വ്യത്യസ്ത ദേവതകളെ പൂജിക്കുന്നു. അപ്പം എല്ലാ ദേവതകളും ഭിന്നന്മാരാണോ? അല്ല, എല്ലാ ദേവതയും ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. പക്ഷേ അത് മനസ്സിലാക്കില്ല. അപ്പം ഇന്ന കാര്യസാധ്യത്തിന് ഇന്ന ദേവത, ഇന്ന കാര്യസാധ്യത്തിന് ഇന്ന ദേവത എന്ന് മനസ്സിലാക്കിയിട്ട് അതത് ദേവതയുടെ പിന്നാലെ പോകും. വെളിച്ചം വേണ്ടവൻ സൂര്യനെ ഭജിക്കുന്നു. ദാഹം മാറേണ്ടവൻ നദിയെ അഥവാ ജലദേവതയെ ഭജിക്കുന്നു. വായു ശ്വസിക്കാൻ വായുദേവതയെ ഭജിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം ഒരു ഈശ്വരൻ്റെ ഭാവമാണെന്ന ബോധം ഉണ്ടാവണമില്ല. ആ തിരിച്ചറിവിലേക്ക് വരുന്നില്ല. ഇവിടെ തന്നെ ഒരു കക്ഷി പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഗുരുനാഥൻ പറഞ്ഞു അത്രേ, നീ നാരായണനാമം ജപിക്കാൻ. അയാൾ നാരായണനാമം ജപിച്ചപ്പോൾ വേറൊരാൾ പറഞ്ഞത്രേ, നാരായണൻ പതുക്കെ പ്രസാദിക്കുള്ളൂ, ശിവനാ നല്ലത്. അങ്ങനെ അയാൾ ശിവനാമാക്കി ഇത്രേ. ശിവനെ കുറച്ചു കാലമൊക്കെ ഉപാസിച്ച് ഒരു ഗുണമില്ല, യാതൊരു ഗുണമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞത്രേ, ഈ കുട്ടിച്ചാത്തനെ ഉപാസിക്കുന്നതാണ് എളുപ്പം ഫലം ചെയ്യുക, അതുകൊണ്ട് അങ്ങനെ അയാൾ കുട്ടിച്ചാത്തനാക്കി. ഇപ്പം എല്ലാം കൂടി ആകെ പ്രശ്നമായി, സങ്കീർണ മനസ്കനായിട്ടാണ് അവിടെ വന്നത്. അതെ, തമാശയെന്ന് വിചാരിക്കരുത്. കാരണം കർമ്മണാം സിദ്ധിയും കാക്ഷന്തഃ, അവർക്ക് വേറൊന്നുമില്ല, സിദ്ധി നേടുക, അത്രയേ ഉള്ളൂ. അത് കിട്ടണം, ഇത് കിട്ടണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ കർമ്മണാസിദ്ധിയും കാക്ഷന്തഃ ഇഹ ഇവിടെ മനുഷ്യലോകത്തിൽ
ദേവതാഹ യജന്തേ, പ്രത്യേകം പ്രത്യേകം ദേവതകളെ യജിക്കുന്നു, പൂജിക്കുന്നു. ഹി എന്തുകൊണ്ടെന്നാൽ മാനുഷേലോകേ, മനുഷ്യലോകത്തിൽ, മനുഷ്യജന്മത്തിൽ ക്ഷിപ്രം ഭവതി കർമ്മജാ സിദ്ധി, കർമ്മത്തിൽ നിന്നുള്ള സിദ്ധി വളരെ പെട്ടെന്നാണ്. കർമ്മത്തിൻ്റെ ഫലം വളരെ പെട്ടെന്നാണ് മനുഷ്യലോകത്തിൽ കിട്ടുക, വളരെ പെട്ടെന്ന്. നമ്മൾ പലപ്പോഴും കർമ്മത്തിൻ്റെ ഫലമാണ് കിട്ടണമെന്ന് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ട് നമ്മൾ അവിടെ ഇവിടെയും ഫലത്തിന് നോക്കും. നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് വന്നു ചേരുന്നത്. അത് പെട്ടെന്നാണ് വരുന്നത് മനുഷ്യലോകത്തിൽ. മറ്റുള്ള ജീവജാലങ്ങൾക്ക് പതുക്കെ വരുന്ന പോലെ അല്ല മനുഷ്യന്. അതാണ് മാനുഷ്യലോകേ, മനുഷ്യലോകത്തിൽ, മനുഷ്യജന്മത്തിൽ കർമ്മജാ സിദ്ധി, കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന സിദ്ധി ക്ഷിപ്രം ഭവതി. സാധാരണ നാട്ടിൽ പറയാറ് തന്നെ ഉണ്ട്, വരമ്പത്ത് കൂലിയെന്ന്. പാടത്ത് പണിയും വരമ്പത്ത് കൂലിയെന്ന്. അത് നിയമമാണ്. പാടത്തുനിന്ന് ചിലപ്പോൾ വരമ്പത്തേക്ക് പോകാൻ കുറച്ച് ദൂരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അടുത്ത ജന്മാവും. ഇത്രയേ ഉള്ളൂ. എന്നാലും പെട്ടെന്നാണ്. അനേകായിരം ജന്മങ്ങളുടെ പൗനപുണ്യത്തിൽ പെട്ടെന്ന് തന്നെയാണ്. നോക്കൂ, കാക്ഷന്തഃ, ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അധികം വിസ്തരിക്കേണ്ട കാര്യമില്ല, ഭാഷ്യം വായിക്കാം. കാക്ഷന്തഃ അഭീപ്സന്തഃ കർമ്മണാം സിദ്ധിം ഫലനിഷ്പത്തിം പ്രാർത്ഥയന്തഃ യജന്തേ ഇഹ അസ്മിൻ ലോകേ ദേവതാഃ ഇന്ദ്രാഗ്ന്യാദ്യാഃ അഥ യോന്യാം ദേവതാമുപാസ്തേ അന്യോസാവന്യോഹം അസ്മീതി ന സ വേദ യഥാ പശുരേവം സ ദേവാനാം ഇതി ശ്രുതേഃ. തേഷാം ഹി ഭിന്നദേവതായാജിനാം ഫലാകാംക്ഷിണാം ക്ഷിപ്രം ശീഘ്രം ഹി യസ്മാത് മാനുഷേ ലോകേ മനുഷ്യലോകേ ഹി ശാസ്ത്രാധികാരഃ. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ ഇതി വിശേഷണാത് അന്യേഷു അപി കർമ്മഫലസിദ്ധിം ദർശയതി ഭഗവാൻ. മാനുഷേ ലോകേ വർണ്ണാശ്രമാദി കർമാധികാരഃ ഇതി വിശേഷഃ. തേഷാം വർണ്ണാശ്രമാദി അധികാരി കർമ്മിണാം ഫലസിദ്ധി ക്ഷിപ്രം ഭവതി കർമ്മജ കർമ്മണോ ജാത. കാക്ഷന്തഃ അഭീപ്സന്തഃ കർമ്മണാം സിദ്ധിം ഫലനിഷ്പത്തിം പ്രാർത്ഥയന്തഃ യജന്തേ ഇഹ അസ്മിൻ ലോകേ ദേവതാഃ ഇന്ദ്രാഗ്ന്യാദ്യാഃ അഥ യോന്യാം ദേവതാമുപാസ്തേ അന്യോസാവന്യോഹം അസ്മീതി ന സ വേദ യഥാ പശുരേവം സ ദേവാനാം ഇതി ശ്രുതേഃ. തേഷാം ഹി ഭിന്നദേവതായാജിനാം ഫലാകാംക്ഷിണാം ക്ഷിപ്രം ശീഘ്രം ഹി യസ്മാത് മാനുഷേ ലോകേ മനുഷ്യലോകേ ഹി ശാസ്ത്രാധികാരഃ. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ ഇതി വിശേഷണാത് അന്യേഷു അപി കർമ്മഫലസിദ്ധിം ദർശയതി ഭഗവാൻ. മാനുഷേ ലോകേ വർണ്ണാശ്രമാദി കർമാധികാരഃ ഇതി വിശേഷഃ. തേഷാം വർണ്ണാശ്രമാദി അധികാരി കർമ്മണാം ഫലസിദ്ധിഃ ക്ഷിപ്രം ഭവതി കർമ്മജ കർമ്മണോ ജാത. അത് പറയാണ്, അഭീപ്സന്തഃ ആഗ്രഹിക്കുന്നവർ,
കാക്ഷന്തഃ കാക്ഷിക്കുന്നവർ. എന്തിനെ ആഗ്രഹിക്കുന്നവർ? കർമ്മണാം സിദ്ധിം, കർമ്മങ്ങളുടെ ഫലസിദ്ധിയെ. ഇത് ചെയ്ത് ഇത് കിട്ടണം, ഇത് ചെയ്ത് ഇത് കിട്ടണം ആഗ്രഹിക്കുന്നവർ. അങ്ങനെയുള്ളവർ അതത് ഫലസിദ്ധിക്ക് പോവും. അത് സാധാരണയാണല്ലോ. നമ്മൾ ലോകത്തിലും അങ്ങനെ തന്നെയല്ലേ. എന്താണ് കിട്ടേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചാണ് പോവുക. പൂ വാങ്ങേണ്ടവൻ ചെടിയുടെ അടുത്ത് പോവും, മീൻ വാങ്ങേണ്ടവൻ മീൻ കടയിലും പോവും. രണ്ട് ശരി തന്നെയാണ്. മീൻ വാങ്ങേണ്ടവൻ പൂക്കടയിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏതാ വേണ്ടത് വെച്ചാൽ അങ്ങോട്ട് പോകും. അതങ്ങനെ വരുള്ളൂ. അപ്പോൾ കാക്ഷന്തഃ കർമ്മണാം സിദ്ധിം, കർമ്മങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഫലസിദ്ധിയെ ആഗ്രഹിക്കുന്നവർ ഇവിടെ പല പല ദേവതകളെ പൂജിക്കുന്നു. ഇന്ന ദേവത ഇന്നത് തരും, ഇന്ന ദേവത ഇന്നത് തരുന്നുണ്ട്. ഇന്ദ്ര അഗ്നി അദ്യാഹ. അപ്പോൾ ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയവരെ പൂജിക്കേണ്ടെന്നാണോ ഭഗവാൻ പറയണത്? ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് ദേവതയെ ആയാലും അത് ഈശ്വരനാണെന്ന ഭാവനയോട് പൂജിച്ചാൽ ഈശ്വരൻ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഇന്നാൾ ഇന്ന ഫലം തരും എന്ന് വിചാരിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകും. ചിലർ ചോദിക്കാറ് തന്നെ ഉണ്ട്, ഇന്ന ഫലം കിട്ടാൻ ഏത് ദേവതയാണ് സ്വാമി പൂജിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അത് 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 രൂഢമാണ്, വളരെ രൂഢമാണ്. ഒരു ദിവസം നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ, ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു മോള് ഒരു 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 സുന്ദരിയുടെ മുഖം തന്നു. ഞാൻ മേടിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചെറിയ മോളാണ്, കൊച്ചുമോള്. അവൾ പറഞ്ഞത് അന്നപൂർണയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവളുടെ അനിയത്തി പറഞ്ഞു, അല്ലല്ലല്ല, വെറുതെ സ്വാമിയെ വിശ്വസിക്കേണ്ടത് ദുർഗയാണെന്ന്. മറ്റവളുണ്ടോ വിട്ടുകൊടുക്കുന്നത്, അന്നപൂർണയാണോ, ഇത് ദുർഗയാണെന്നോ. അവർ തമ്മിൽ നല്ല കലഹായി, അടിയുടെ വക്കത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ തല്ല് കൂടണ്ട. സ്വാമിക്ക് വിശക്കുമ്പോൾ ഈ സുന്ദരിയെ സ്വാമി അന്നപൂർണയായിട്ട് കാണാം, പേടി വരുമ്പോൾ ദുർഗയായിട്ടും കാണാം. പ്രശ്നം കഴിഞ്ഞില്ലേ? ഓ അത് മതി. രണ്ടാളും അടി നിർത്തി. ഞാൻ പറഞ്ഞു, രണ്ടുമാണ്. ഇതെൻ്റെ അടുത്ത് ഇരിക്കട്ടെ. അത് കൊണ്ടുവന്നു, ഇവിടെ ഉണ്ട്. ഇപ്പം ആരും കാണണമെന്ന് പറയുന്നത് ഇപ്പോൾ സുന്ദരിയല്ല. കഴിഞ്ഞ ദിവസം നിലത്ത് വീണുപോയി, മൂക്ക് ചപ്പിപ്പോയി. ഇനി അതൊരു തട്ടാൻ്റെ അടുത്ത് കൊടുത്തിട്ട് ആ മൂക്കൊന്ന് നേരെ ആക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ കൊച്ചു കുഞ്ഞിൽ പോലും ഇത് രൂഢമാണ്. ഇന്ന കാര്യത്തിന് ഇന്ന ദേവത, ഇന്ന കാര്യത്തിന് ഇന്ന ദേവത. വീട്ടിലും അങ്ങനെയല്ലേ? ചിലതിന് നമ്മൾ അമ്മയുടെ അടുത്തേക്കാണ് പോവുക, ചിലതിന് നമ്മൾ അച്ഛൻ്റെ അടുത്തേക്കാണ് പോവുക, ചിലതിന് രണ്ടാളെടുത്തും പോവില്ല. ഏട്ടൻ്റെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ അല്ലെങ്കിൽ മാമൻ്റെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തൊക്കെയാണ് പോവുക. എന്നിട്ട് അവരിലൂടെയാണ് റൂട്ട് തിരിച്ചു വിടുക. അങ്ങനെയാണ് പതിവ്. തന്നെയാണ് കാക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ. അപ്പോൾ ഇവിടെ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, രുദ്രൻ, വിഷ്ണു തുടങ്ങിയവർ ഏകമാണ്, അദ്വിതീയമാണെന്ന ബോധമില്ല. ഉണ്ടെങ്കിൽ വിരോധമില്ല, ഉണ്ടെങ്കിൽ ഏകമാണ്. അതില്ലാതെ പലതാണെന്ന് കണക്കാക്കിയിട്ടാണ് പോണത്. അതിന് ഭാഷ്യകാരനിവിടെ ഉദ്ധരിക്കണ മന്ത്രം വളരെ സമർത്ഥമായിട്ടാണ്. ദേവത പലതുണ്ടെന്ന് കാണിക്കുന്ന മന്ത്രമല്ല ഉദ്ധരിക്കണത്, പലതാണെന്ന് വിചാരിച്ചു പോകുന്നവരെക്കുറിച്ച് ഉപനിഷത്ത് പറയുന്ന മന്ത്രമായി ഇവിടെ ഉദ്ധരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. എന്താ പറയണത്? ബൃഹദാരണ്യകത്തിൽ പറയുന്ന മന്ത്രമാണ്, ഈ അന്യദേവതയെ ഉപാസിക്കുന്നവർ, അതായത് ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ് എന്ന കാഴ്ചപ്പാടില്ലാതെ ആത്മഭിന്നങ്ങളായ ദേവതകളെ ഉപാസിക്കുന്നവർ. എങ്ങനെ ഉപാസിക്കുന്നവർ? ഞാനൊന്ന് വേറെ, ദൈവമൊന്ന് വേറെ. ഉപാസകനായ ഞാൻ വേറെ, ഉപാസ്യമായ ദേവത വേറെ എന്ന ഭാവനയോടുകൂടി ഉപാസിക്കുന്നവരുണ്ടല്ലോ. അന്യോസൗ, അവൻ വേറെ, അന്യോഹം, ഞാൻ വേറെ എന്ന് വിചാരിക്കുന്ന ആൾ നസവേദ, അവന് അറിയില്ല, അവൻ അറിയുന്നില്ല സത്യം ഏകമാണ്, അദ്വിതീയമാണ്. അവൻ പലതാണെന്ന് വിചാരിച്ച് ഉപാസിക്കുന്നു. അവിടെ എന്താ കുഴപ്പം? യഥാ സ പശുരേവം സദേവാനാം പശുഹു ഏവം, ഇപ്രകാരം അവൻ ദേവന്മാരുടെ പശുവായിരിക്കുന്നു.
ഈ ദേവന്മാരുടെ പശുവായിരിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു ഗൂഢാർത്ഥമുള്ള വാക്യമാണ്. കാരണം ഇപ്പോൾ ഈ നമ്മൾ പശുവെ വളർത്താറുണ്ട്. പല പശുക്കളെ നമ്മൾ സ്വാധീനിച്ച് വളർത്താറുണ്ട്. മെരുക്കിയെടുത്തിട്ട് തൊഴുത്ത് കെട്ടിയോ ആലയെ കെട്ടിയോ എവിടെ ആണെച്ചാൽ അവിടെ കെട്ടി വളർത്തുന്നു. അവർക്ക് വേണ്ട വെള്ളം കൊടുക്കുന്നു, പുല്ല് കൊടുക്കണു, വേണ്ടതൊക്കെ നമ്മൾ കൊടുക്കും. എന്തിനാ? അവരുടെ അടുത്ത് ഇങ്ങോട്ട് പ്രയോജനം ആഗ്രഹിച്ചിട്ടാണ്. അവരുടെ അടുത്ത് ഇങ്ങോട്ട് പ്രയോജനം ആഗ്രഹിച്ച് പാല് കിട്ടണം, മൂത്രം കിട്ടണം, ചാണകം കിട്ടണം എന്നാഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ രോമം കിട്ടണം. ഇതാണ് രോമം കിട്ടണം. കമ്പിളി വസ്ത്രമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രോമം കിട്ടണം, അല്ലെങ്കിൽ ഗോമൂത്രം കിട്ടണം, അല്ലെങ്കിൽ ആട്ടുമൂത്രം കിട്ടണം. അതൊക്കെ ആഗ്രഹമാണ്. ചാണകം കിട്ടണം, പാല് കിട്ടണം, പാലിൽ നിന്ന് പിന്നെ മോര്, തൈര്, വെണ്ണ, നെയ്യ് ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോറ്റുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും, അവരിങ്ങോട്ടും തരും. അങ്ങനെ പരസ്പരം ഭാവയന്തഃ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ജീവിച്ചു പോകും. ഇവിടെ ചോദ്യം അതാണ് ഈ സമർത്ഥമായൊരു വാക്യമാണെന്ന് പറയുന്നത്. ഈ പശു തൊഴുത്തുനിന്ന് രക്ഷപ്പെട്ടു പോണത് നമുക്കിഷ്ടമാണോ? അല്ല. അതുകൊണ്ട് നമ്മളതിനെ കെട്ടിയിടും, തൊഴുത്തിലിടും. പശുവിന് സുഖമാണ്, തൊഴുത്തിലങ്ങനെ നിന്നാൽ ഇഷ്ടം പോലെ എല്ലാം കിട്ടും. പക്ഷേ ഒന്ന് കിട്ടില്ല. എന്ത് കിട്ടില്ല? സ്വാതന്ത്ര്യം കിട്ടില്ല, സ്വാതന്ത്ര്യമില്ല. അപ്പോൾ സ്വാതന്ത്ര്യം വേണമെന്ന് വിചാരിച്ചു പശു ഓടുക എന്ന് വിചാരിച്ചോളൂ. അത് നമുക്കിഷ്ടമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അത് ഓടാതിരിക്കാനുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യും. ഓടിയെടുത്ത് പിടിച്ചു കൊണ്ടുവരും. ഇത് തന്നെയാണ് ദേവന്മാരുടെയും പരിപാടി. ദേവന്മാർ നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് എല്ലാ ഫലങ്ങളും തന്ന്, സ്വർഗം തന്ന്, സുഖം തന്ന്, ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് വയ്ക്കും. അതിന് പകരം നമ്മൾ ദേവന്മാർക്ക് അങ്ങോട്ട് പൂജയും കൊടുക്കും. ഇതെടുത്തോളൂ, ത്രിമധുരം എടുത്തോളൂ, നേദ്യം എടുത്തോളൂ, മലർ നേദ്യം ആയിക്കോട്ടെ, പായസമായിക്കോട്ടെ, ചോറായിക്കോട്ടെ എന്നിട്ട് കൊടുക്കും. ഇങ്ങനെ സന്തോഷമായിട്ട് രണ്ട് കൂട്ടർ ഇരിക്കും. പക്ഷെ നമുക്ക് മോക്ഷം വേണമെന്ന് നമ്മൾ വിചാരിച്ചാലോ ദേവന്മാരതിന് ഉടക്ക് വെക്കും. കാരണം നമ്മൾ മുക്തരായി പോണത് ഒരിക്കലും ദേവന്മാർക്ക് ഇഷ്ടാവില്ല. കാരണം മുക്തപുരുഷൻ പിന്നെ അവനെ പൂജിക്കാൻ പോകണില്ല. എടാ ഞാൻ ദേവനാണ്ടേ, നീ അവിടെ ഇരുന്നോ, ഞാൻ ഇന്ദ്രനാണ്, സീറ്റുണ്ടല്ലോ അവിടെ ഇരുന്നോളൂ, എന്താ കുഴപ്പം? അല്ല നീ പൂജയൊന്നും തരുന്നില്ലേ? പിന്നല്ല, വേറെ പണിയില്ല. അപ്പോൾ വിട്ടുപോണത് ദേവന്മാർക്ക് പ്രയാസമാവും. അപ്പോൾ അവർ തടസ്സം നിൽക്കും. അതുകൊണ്ട് ജ്ഞാന സാധനയിൽ ഏറ്റവും തടസ്സം നിൽക്കുന്ന ആൾക്കാർ ദേവന്മാരാ. അത് മനസ്സിലാക്കണം. ദേവന്മാർ ഈ ശരീരത്തിൽ അഭിവ്യക്തമായിരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയൊക്കെയാണ്. ഇത് പലതിനെ കാണിച്ചു തരും. തർക്കമില്ല കേട്ടോ. നല്ല ശബ്ദമാണ്, നല്ല രൂപമാണ്, നല്ല രുചിയാണ്, ഇല്ലേ, നല്ല മണമാണ്. ഇങ്ങനെ ഓരോന്ന് പോയി നമ്മൾ വീഴും. ഒക്കെ ദേവന്മാർ പൂട്ടണതാ. നീ അങ്ങനെ മുക്തനാവണ്ട, ഇവിടെ ഇരിക്കവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തൊഴുത്ത് തന്നെ നമ്മളെ പൂട്ടിയിടുകയാണ്. അതന്നെയാണല്ലോ. കാരണം വിട്ടുപോണ ദേവന്മാർക്ക് ഇഷ്ടാവില്ല. അവർക്ക് തൊഴുത്തിൽ ആളെപ്പോഴും വേണം, എപ്പോഴും സ്വാഹ പറയാൻ ആൾ വേണം. അപ്പം പിന്നെ സുഖമാണ്, രണ്ട് കൂട്ടർക്കും സുഖം. ഇത് പശുവിനും സുഖം, മുതലാളിക്കും സുഖം, രണ്ടാക്കും സുഖം. അതാണ് ഒരു സുഖകരമായ ലോകം. വളരെ സുഖമായിട്ടുള്ള ലോകം അതാണ്. വേണ്ടതൊക്കെ കൊടുക്കും, എല്ലാം. നല്ല രോഗം വന്നാൽ ആശുപത്രി കൊണ്ടുപോവുക, ചികിത്സിക്കുക ഒക്കെ ചെയ്യും, ഇല്ലേ? എല്ലാം ചെയ്യും. വല്ലാത്ത വീക്ഷണം അത്, ആലോചിച്ച് നോക്കൂ. അപ്പം ഞാനെന്ന് വേറെ, ദേവതയൊന്ന് വേറെ എന്ന ഭാവനയോടുകൂടി ആരുപാസിക്കുന്നുവോ അവർ സത്യം അറിയുന്നില്ല, അവർ ദേവന്മാരുടെ പശുവാണ്. ഇത് ശ്രുതേഹേ തേഷാം ഹി ഭിന്നദേവതായാജിനാം ഫലാകാംക്ഷിണാം ക്ഷിപ്രം ഹി യസ്മാത് മനുഷ്യലോകേ ഹി ശാസ്ത്രാധികാര. അപ്പം ഇങ്ങനെ വ്യത്യസ്ത ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഫലം കിട്ടും ലോകത്തിൽ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് മാത്രമേ ശാസ്ത്രാധികാരമുള്ളൂ. മറ്റുള്ളവർക്ക് യഥാപ്രാപ്ത പ്രവൃത്തിയാണ്. എന്ത് പ്രവൃത്തി വന്നു ചേരണോ അത് ചെയ്യും. മനുഷ്യന് വിവേകം ചെയ്ത് വേണോ വേണ്ടയോ, ചെയ്യണോ ചെയ്യണ്ടയോ എന്നാലോചിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള അധികാരം മനുഷ്യനുണ്ട്.
മറ്റുള്ളതല്ല. മറ്റത് പ്രാപ്തമാകുന്നത് എന്തോ അതിൽ വ്യവഹരിക്കുന്നു. വെള്ളം കണ്ടു കുടിച്ചു, ഇത്രയേ ഉള്ളൂ. മനുഷ്യനതല്ല. മനുഷ്യനെ വേണോ വേണ്ടോ എന്ന് ആലോചിക്കാം. തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം മനുഷ്യനുണ്ട്, മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ല. അതുകൊണ്ടാണ് വിവേകത്തോടു കൂടി ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ, ഗുരുവും ശാസ്ത്രവും വേണ്ടവനാണ് മനുഷ്യൻ എന്ന് പറയണത്. ശ്രദ്ധിക്കുക. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ ഇത് വിശേഷണാത്. മനുഷ്യലോകത്തിൽ പെട്ടെന്ന് തന്നെ സിദ്ധി വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റു ജീവജാലങ്ങൾക്കും കർമ്മസിദ്ധി ഉണ്ടെന്ന് ഉറപ്പാണ്. അത് പതുക്കാനെന്ന് മാത്രം. അല്ലെങ്കിൽ മനുഷ്യന് പെട്ടെന്നാന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാ ജീവയോനികളിലും കർമ്മവും കർമ്മഫലവും ഉണ്ട്. ഇന്നലെ ആരോ ചോദിച്ചു മറ്റുള്ള ജന്തുക്കൾക്ക് കർമ്മഫലം ഉണ്ടോ എന്ന്. എല്ലാ ജന്തുക്കൾക്കും കർമ്മഫലമുണ്ട്. കർമ്മവും കർമ്മഫലവും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ധർമ്മബോധം എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? എല്ലാ ജന്തുക്കൾക്കും ധർമ്മബോധമുണ്ട്, കർമ്മവും കർമ്മഫലവും ഉണ്ട്. പക്ഷെ മനുഷ്യന് പെട്ടെന്നാണ്, ക്ഷിപ്രം. മാനുഷ്യലോകേ വർണ്ണാശ്രമാദി കർമാധികാര. മനുഷ്യലോകത്തിലാണ് ഈ വർണ്ണാശ്രമാദി കർമാധികാരമുള്ളത്. വർണ്ണത്തിൽ പിരിഞ്ഞ് ആശ്രമത്തിൽ പിരിഞ്ഞ് കർമ്മങ്ങളെ വിഭജിച്ചു വച്ചിരിക്കുന്നത് മനുഷ്യലോകത്തിലാണ്. ഇപ്പം ഇന്നത്തെ ലോകത്തിൽ ഇപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഉണ്ട്. നമ്മളിപ്പോൾ നമുക്കറിയില്ല നമ്മൾ ബ്രാഹ്മണരാണോ ക്ഷത്രിയരാണോ വൈശ്യരാണോ ശൂദ്രരാണോ നമുക്കറിയില്ല പലപ്പോഴും. പക്ഷേ വർണ്ണപ്രവൃത്തി സ്വാഭാവികമായിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഉണ്ട്. ആ മതം നോക്കിയിട്ടല്ല, ഗുണൂലിട്ടുണ്ടോ നോക്കിയിട്ടല്ല, ഗുണഭേദമനുസരിച്ചാണ്. അതുപോലെ ആശ്രമഭേദം, ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി, അതുണ്ട്, അറിഞ്ഞാലും ഇല്ലെങ്കിലും ഉണ്ട്. ഇത് മനുഷ്യനിലേ ഉള്ളൂ, വർണ്ണാശ്രമാദി ഭേദം. അതുകൊണ്ട് തേഷാം വർണ്ണാശ്രമാദി അധികാരി കർമ്മണം ഫലസിദ്ധി ക്ഷിപ്രം ഭവതി. അതത് വർണ്ണാശ്രമത്തിനനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫലം വന്നു ചേരുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, തുടർന്ന് നമുക്ക് അല്പം കഴിഞ്ഞ് കഴിയുന്ന വേഗത്തിൽ ഒത്തുകൂടി തുടരാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.